ടോക്സിക് മാസ്കുലിനിറ്റി, വിഷലിപ്തമായ പുരുഷ മനോഭാവം എന്നോ അല്ലെങ്കിൽ വിഷലിപ്തമായ പുരുഷത്വം എന്നോ ഒക്കെ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷേ ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലാന്നും തോന്നുന്നു. ഒരുപക്ഷെ ഈ മനുഷ്യര് താമസിക്കുന്ന ഇടം മാത്രമല്ല, പ്രപഞ്ചം മുഴുവനും ഈ ടോക്സിക് മാസ്കുലിനിറ്റിയുടെ വളരെ അനിയന്ത്രിതമായ നരകസ്വാധീനത്താൽ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം അത് അധികാരവും പ്രപഞ്ച സമ്പത്തും ഒട്ടാകെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ടോക്സിക് മാസ്കുലിനിറ്റിക്കുള്ളത്. അത് പുരുഷനിൽ മാത്രം നിക്ഷിപ്തമാണ് എന്നാരും വിചാരിച്ചു പോകരുത്. അത് അങ്ങനെയല്ല. അതൊരു വലിയ അധമ മൂല്യമാണ്. അധമ മൂല്യം എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊരു വലിയ തിന്മയാണ്. ആ തിന്മ എല്ലാ മനുഷ്യരിലും ഏറിയും കുറഞ്ഞുമുള്ള അളവില് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ രാഷ്ട്രീയ അധികാരവും അതുപോലെ പ്രപഞ്ച സമ്പത്തിനെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള താല്പര്യങ്ങളും കൂടുതലായിട്ടും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിട്ടുള്ളത് പുരുഷന്മാരിലാണ്. അതുകൊണ്ടാണ് ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് തന്നെ പേര് വന്നത്. ലോകത്തിലെ മതങ്ങളും ആത്മീയതയും ഈ കാര്യങ്ങൾക്ക്, അതായത് രാഷ്ട്രീയ അധികാരത്തിനും പ്രപഞ്ച സമ്പത്ത് ആർജിക്കാനുള്ള ആ ഒരു താല്പര്യത്തിനും വേണ്ടിയിട്ട് എല്ലാതരം പിന്തുണയും പ്രദാനം ചെയ്യുന്ന ശക്തികളാണ്. അത് മതങ്ങൾ ഏതായാലും, അത് മതങ്ങൾ പ്രചരിപ്പിക്കുന്ന ആത്മീയത ഏതായാലും അതങ്ങനെയാണ്. മതങ്ങൾ തിരിച്ച് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുഖങ്ങള് ആഗ്രഹിക്കും. അതൊരു തീർത്തും അവിശുദ്ധമായ ഒരു മുന്നണിയാണ്. അതിനാകപ്പാടെ ഒരു മോട്ടോയേ ഉള്ളൂ. ആ മോട്ടോ എന്ന് പറയുന്നത് മനുഷ്യാധ്വാനത്തിന്റെ ഇടതടവില്ലാത്ത ചൂഷണം ആണ്. ടോക്സിക് മാസ്കുലിനിറ്റി എന്നുള്ള പേര് പ്രയോഗത്തിൽ വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. അത് എനിക്ക് തോന്നുന്ന ഒരു അരനൂറ്റാണ്ടൊക്കെ ആയി കാണും. അതിൽ കൂടുതലൊന്നും ആയിട്ടില്ല. പൊതുജനോപകാരം ഉണ്ടാകുന്ന ഈ എന്താ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ, പൊതുജനോപകാരപ്രദമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ശരിക്കും വികസിച്ചിട്ടില്ലാത്ത രാജ്യങ്ങളില്, ഇപ്പൊ ആഹാരം പോരാ, വസ്ത്രം പോരാ, പാർപ്പിടം പോരാ, വിദ്യാഭ്യാസം ശരിയായിട്ടില്ല, ആരോഗ്യം നിലവാരം നല്ലതല്ല, ആശുപത്രികളില്ല, അവിടുത്തെ നിയമങ്ങളും കോടതികളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, അവിടെ വാഹനങ്ങളും അതിനാവശ്യമായ അല്ലെങ്കിൽ ഗതാഗത സൗകര്യങ്ങൾ ഒന്നും തന്നെ നല്ല രീതിയിലില്ല. ചുരുക്കത്തിൽ ജനജീവിതം വളരെ ബുദ്ധിമുട്ടാണ്, സാധാരണ മനുഷ്യന്റെ ജീവിതം ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള രാജ്യങ്ങളില് ഈ ടോക്സിക് മാസ്കുലിനിറ്റി വളരെയേറെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കും. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ, ഇപ്പൊ ആഹാരം കിട്ടാനായിട്ടാണെങ്കിലും വസ്ത്രത്തിനായിട്ടാണെങ്കിലും എല്ലാം തന്നെ മനുഷ്യാധ്വാനത്തിന്റെ ചൂഷണമാണ് അവിടെ ശരിക്കും നടക്കുന്നുണ്ടാവുക അങ്ങനെയുള്ള രാജ്യങ്ങളില്. അപ്പൊ അത് മനുഷ്യാധ്വാനത്തിന്റെ ചൂഷണത്തിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഒരു തിന്മ തന്നെയാണ് ഈ ഒരു വിഷലിപ്തമായ മാസ്കുലിനിറ്റി. അത് പുരുഷന്മാരെ ബാധിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അതിങ്ങനെ ഒരു ഇമോഷൻലെസ് ആയിട്ട് പെരുമാറാനും, അങ്ങനെ ഒരു വഴക്കാളിയുടെ സ്വഭാവത്തില് വഴക്കാളി മട്ട് ഉണ്ടാക്കുന്നതും, അതുപോലെ
എന്താ പറയാ, തെറി പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. തെറി പറയുമ്പോ അത് ഒരു ആം, അഹ് പുരുഷാധികാരത്തിന്റെ ഒരു പ്രത്യേക ലക്ഷണമാണ്. കാരണം തെറി കേൾക്കുന്നതോടുകൂടി സ്ത്രീകള് ഭയങ്കരമായിട്ട് ഒതുങ്ങും. തിരിച്ച് തെറി പറയുന്ന സ്ത്രീകൾ ഇല്ലേ എന്നൊക്കെ എല്ലാരും ചോദിക്കാറുണ്ട്. ഉണ്ട്, അങ്ങനെ തെറി പറയുന്ന, കൂസലില്ലാതെ ധൈര്യത്തോടെ അങ്ങനെ പറയുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. പക്ഷെ അവര് എണ്ണത്തിൽ കുറവാ. കൂടുതൽ ആളുകളും ഈ തെറി പറയുക, ഇമോഷൻ ഇല്ലാതെ സംസാരിക്കുക, അങ്ങനെ അവരെ താഴ്ത്തിക്കെട്ടുന്നത് പോലെയും അടിച്ചിരുത്തുന്നത് പോലെയും സംസാരിക്കുമ്പോ സ്ത്രീകള് ഒതുങ്ങും. അതല്ലെങ്കിൽ ദുർബലർ ഒതുങ്ങും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അത് പുരുഷന്മാരിലും നല്ല അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ അസ്വസ്ഥത ഒരുമിച്ച് കൂടുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാല്, അത് അവര് എവിടെയെങ്കിലും പെയ്തൊഴിക്കണമല്ലോ ഈ അസ്വസ്ഥതയെ. അത് പെയ്തൊഴിക്കുന്നത് തീർച്ചയായിട്ടും തന്നിൽ താഴ്ന്നു നിൽക്കുന്നവരിലായിരിക്കും. തന്നിൽ താഴ്ന്നു നിൽക്കുന്നവർ എന്ന് പറഞ്ഞാല്, ഇപ്പോ ജാതീയമായി താഴ്ന്നു നിൽക്കുന്നവർ, അവര് സഹിക്കുന്ന പീഡനങ്ങൾ ഒക്കെ നമുക്ക് ഇന്ത്യയിൽ പറയാം. പക്ഷെ ലോകം മുഴുവനുമുള്ള കണക്കെടുത്താല് ഏറ്റവും കൂടുതൽ പാർശ്വവൽകൃതരായിട്ടുള്ളത് സ്ത്രീകളാണ്. സ്ത്രീകൾ ആണ് ഈ ഒരു അസ്വസ്ഥതയുടെ പെയ്തൊഴിയല് മുഴുവനും വലിയ വലിയ ആഘാതങ്ങളായിട്ട് സ്ത്രീകളുടെ പുറത്താണ് പതിക്കാറുള്ളത്. ടോക്സിക് മാസ്കുലിനിറ്റി ശരിക്കും എല്ലാ മനുഷ്യരിലും, സ്ത്രീകളിലും പുരുഷന്മാരിലും ട്രാൻസ് മനുഷ്യരിലും ഒരുപോലെ വികാരങ്ങളെ ഇങ്ങനെ അമർത്തിപ്പിടിക്കുക, പിന്നെ സൗകര്യം ഇല്ലാത്തടത്തും ഉള്ളിടത്തും അഗ്രസീവായിട്ട് പെരുമാറുക, ഒരുപാട് മേധാവിത്വം പ്രദർശിപ്പിക്കുക, അതുപോലെ വളരെ നഗ്നമായ, വളരെ തീക്ഷ്ണമായ സ്വാർത്ഥത കാണിക്കുക. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരാള്, അല്ലെങ്കിൽ ആ സ്വഭാവം കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ആവുമ്പോ അവര് തികഞ്ഞ ഉപദ്രവകാരികളായി മാറും. അവരെ നമുക്ക് എന്താ പറയാ, സ്വയം നേരിടാൻ നല്ല ബുദ്ധിമുട്ട് തോന്നും അങ്ങനെയുള്ള ആളുകളെ. ഇപ്പൊ ടോക്സിക് മാസ്കുലിനിറ്റിയുടെ വേറൊരു കാര്യം ഇങ്ങനെ ആലോചിച്ച്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം രൂപപ്പെടുന്നു എന്ന് ആലോചിച്ചു പോയാല് നമ്മൾക്ക് അറിയാം, ഈ ഒരു സാംസ്കാരിക ലോകക്രമവും ഇല്ല. എന്ത് പുരുഷ ജന്മമാണ് ശ്രേഷ്ഠം എന്ന് പറയാത്ത ഒരു സാംസ്കാരിക ലോകക്രമവും നമ്മുടെ പരിസരത്തുനിന്നല്ല, എവിടെയുമില്ല. ഈ വാചകം അങ്ങോട്ട് പറയുന്നതോടുകൂടി, അതായത് പുരുഷ ജന്മമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നതോടുകൂടി, സ്ത്രീ എന്ന് പറയുന്നത് ഉത്കൃഷ്ടത നല്ലോണം കുറഞ്ഞ, അല്ലെ ശ്രേഷ്ഠത കുറഞ്ഞ സെക്കൻഡ് സെക്സ് ആയി കഴിയും അത് പറയുമ്പോ തന്നെ. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും, പുരുഷ ജന്മമാണ് വളരെ ഉത്കൃഷ്ടം എന്നൊക്കെ പറയുമ്പോഴും, ഒരു പ്രധാന പ്രശ്നം നിലവിലുള്ളത് പ്രത്യുൽപാദനപരമായ വിസിബിലിറ്റി അത് സ്ത്രീയിലാണ് ഉള്ളത്. പുരുഷനെ സംബന്ധിച്ച് അക്കാര്യത്തില് വട്ടപൂജ്യമാണ് സ്ഥിതി. ഇത് വലിയൊരു കുരുക്കാണ് പുരുഷന്റെ സർവജ്ഞൻ എന്നുള്ള ഈഗോയില് ഉണ്ടാക്കുന്നത്. കാരണം തൻ്റെ നേരവകാശിക്കാണ് അധ്വാന ഫലം ചെല്ലുന്നത് എന്ന് ഉറപ്പിക്കണമെങ്കിൽ പുരുഷന് സ്ത്രീയെ വിശ്വസിക്കണം. അത് പ്രകൃതിയുടെ നിലപാടാണ്. പ്രകൃതി അങ്ങനെയാണ് പറയുന്നത്, അവൾ പറയുന്നതാണ് എന്ന് പറയുകയാണ് പ്രകൃതി. ഇപ്പൊ നമുക്ക് പറയാം, DNA കണ്ടുപിടിക്കാം, നമുക്ക് പല മാർഗങ്ങളുണ്ട്, അതൊക്കെ നമുക്കിപ്പോ പറയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഡെവലപ്പായി വന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട നമ്മുടെ ഭയത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ചാല് പാമ്പ്
ഇഴഞ്ഞു പോകുന്നത് നമ്മുടെ ജീനുകളിൽ എൻകോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ഭയമാണ്. ആ ഭയം നമുക്ക് ഒരു നേർരേഖയും ഒരു വളയുന്ന രേഖയും കാണിച്ചു തന്നാല് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മൾ കണ്ടാലും മതി, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ആ വളഞ്ഞു പുളഞ്ഞു പോകുന്ന രേഖയാണ്. അത് പാമ്പിനോടുള്ള നമ്മുടെ ഭയം അത്രയധികം നമ്മുടെ തലച്ചോറില്, നമ്മുടെ ജീനുകളില് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത്. വളഞ്ഞു പുളഞ്ഞു പോകുന്ന എന്തിനെ കണ്ടാലും നമ്മൾ അത് പാമ്പാണ് എന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്യും. അതുപോലെ ഈ വിസിബിലിറ്റി, സ്ത്രീക്ക് ഞാൻ ഈ കുട്ടിയുടെ അമ്മയാണ് എന്ന് തെളിയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പുരുഷന് ഞാൻ ഈ കുട്ടിയുടെ അച്ഛനാണ് എന്ന് തെളിയിക്കാൻ ഇപ്പോഴും DNA വേണം. അപ്പോ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പുരുഷനെ ശരിക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ്. കാരണം ഒരാളെ അങ്ങനെ വിശ്വസിക്കണം, അതൊരു വല്ലാത്ത പതനത്തിലാണ് ഇമോഷണലി പുരുഷനെ അത് എത്തിക്കുന്നത്. അപ്പോ ആ ഒരു വിസിബിലിറ്റി ഇല്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാല് ഇന്ന പെണ്ണ് എന്റെ ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾ, പലതരം പൂട്ടിവെക്കലുകൾ, പുതിയ പുതിയ ചടങ്ങുകൾ, അവസാനമില്ലാത്ത ഇൻസെക്യൂരിറ്റി, സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പരമാധികാരിയാണ് പുരുഷൻ എന്ന പ്രഖ്യാപനം ഇതിന്റെ പുറത്താണ് വരുന്നത്. ഈ ഒരു വിഷമത്തിന്റെ പുറത്താണ് അത് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ വരുന്ന സമയത്ത് അത് പുരുഷനിൽ ഉണ്ടാക്കുന്ന ഒരു വല്ലായ്മ ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഈ ആണധികാരമേന്മ എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോ പുരുഷന് അതിന്റെ നല്ല ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോ ആ ബുദ്ധിമുട്ടില് പുരുഷൻ ഈ മേന്മയെ ഉറപ്പിച്ചു പിടിക്കാനായിട്ട് നല്ലതുപോലെ പരിശ്രമിക്കും. ആ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കൂട്ടിവെക്കുന്നതും മറ്റു കാര്യങ്ങളില് നിർബന്ധം പിടിക്കുന്നതും പുരുഷന്റെ, അതായത് പുരുഷനാണ് മേന്മ എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നതും. അതായത് ലോകത്തിന്റെ മുമ്പില് അവകാശിയെ കാണിക്കാനുള്ള സ്ത്രീയുടെ ആ ഒരു കഴിവ്, പ്രകൃതി നൽകിയിട്ടുള്ള ആ കഴിവ് എന്ന് പറയുന്നത് അവൾക്ക് തന്നെ വിനയായി തീർന്നൊരു വിഡംബനം ആണ് നമുക്ക് കാണാൻ പറ്റുക. കാരണം അത് അവള് സ്ഥാപിക്കാൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ളപ്പോഴും ഈ ഒരു സംഭവം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവൾക്ക് ഡീൽ ചെയ്യേണ്ട ഒരു കണ്ടീഷനിലേക്ക് ആയി. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യര് ഈ സ്ത്രീയുടെ ആർത്തവം, ഗർഭധാരണം, പ്രസവം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെയും മുൻനിർത്തി സ്ത്രീകളെ ഒതുക്കി തുടങ്ങിയത് ഇങ്ങനെയാണ്. സ്ത്രീകള് പുറത്തു വരുന്നില്ല, അവര് വീട്ടിന്റെ ഉള്ളിൽ, താമസ സ്ഥലത്തിന്റെ ഉള്ളിൽ ആയി കഴിയുമ്പോ താനാണ് ഈ സ്ത്രീയുടെ ഉടമസ്ഥൻ എന്ന് വിചാരിക്കാനുള്ളൊരു വഴി തെളിഞ്ഞു കിട്ടിയതുപോലെയാണ്. എന്നോട് മാത്രമേ ഇവൾ ഇടപെടുന്നുള്ളൂ എന്ന് തെളിഞ്ഞു കിട്ടിയതുപോലെയാണ്. ഇതിപ്പോ കഥ പറയുന്നത് പോലെ ഇന്നലെ അങ്ങനെയായിരുന്നു നാളെ അങ്ങനെയായി എന്നല്ല. ഇതൊക്കെ അനേക ലക്ഷം വർഷങ്ങൾ കൊണ്ട് നമ്മൾ സമ്പാദിച്ചെടുത്ത ഒരു തിന്മയാണ് ടോക്സിക് മാസ്കുലിനിറ്റി. അത് എല്ലാവരെ സംബന്ധിച്ചും അങ്ങനെയാണ്. അനേക ലക്ഷം വർഷങ്ങൾ കൊണ്ട് എല്ലാവരുടെയും, നമ്മൾ ഒരാളുടെ തലച്ചോറ്, ഒരാളുടെ ജീൻ എന്ന് പറയുന്നത് നമ്മുടെ മാത്രം സ്വന്തമൊന്നും അല്ലല്ലോ, അത് പിന്നോട്ട് പിന്നോട്ട് കിടക്കുകയല്ലേ. അപ്പൊ അവിടുന്നൊക്കെ നമ്മൾ ആർജിച്ച ആ ഒരു സംഭവമാണ് ഇപ്പോ ഈ പറഞ്ഞതുപോലെ
ടോക്സിക് മാസ്കുലിനിറ്റി ആയിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോ ഈ ഇത്തരത്തില് സ്ത്രീകളെ ഒതുക്കി കഴിഞ്ഞാല്, ആ ഇൻസെക്യൂരിറ്റിയെ ഒതുക്കി കഴിഞ്ഞാല് ഒരു സമാധാനം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അത്തരം ഒരു നടപടി ഉണ്ടാകുന്നത് അനേക കാലം കൊണ്ട്. പക്ഷേ അത് ഉണ്ടാകിയപ്പോ എന്താ കുഴപ്പം പറ്റിയതെന്ന് വെച്ചാല്, എപ്പോഴും പുരുഷന്റെ ശരീരമാണ് മോഡൽ ശരീരം എന്ന് പ്രഖ്യാപിക്കേണ്ട സ്ഥിതി വന്നു. അത് നമ്മളെല്ലാവരും ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും. എക്സർസൈസ് ചെയ്താല് ശക്തി ഉണ്ടാവും, പെണ്ണുങ്ങള് ശക്തി ഉണ്ടാക്കണം, പെണ്ണുങ്ങള് കരാട്ടെ പഠിക്കണം, പെണ്ണുങ്ങള് ആക്രമിക്കാൻ വരുന്നവനെ അടിച്ച് തുരത്തണം. പക്ഷെ ഒരാള് പോലും പറയുന്നില്ല പെണ്ണിനെ ആക്രമിക്കാൻ പോകുന്നത് തെറ്റായ ഒരു കാര്യമാണെന്നും നമ്മൾ അത് ചെയ്യാൻ പാടില്ല എന്നും ആരും പറയില്ല. പെണ്ണ് അതിനെ ഇങ്ങനെയൊക്കെ തടയണം, പെണ്ണ് പെണ്ണിന്റെ നിലയ്ക്ക് ജീവിച്ചു പൊക്കോട്ടെ എന്ന് സമ്മതിക്കില്ല. അവള് ശരീരം ശക്തമാക്കണം, അവള് അടിക്കാൻ പഠിക്കണം, അവള് കരാട്ടെ പഠിക്കണം, അങ്ങനെയൊക്കെ പറയും. എന്തിനാണ് അങ്ങനെ പറയുന്നത്? പെണ്ണിനെ പോലെ ജീവിച്ചു പോയാ പോരെ. അപ്പോ അത് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഈ ശ്രേഷ്ഠമായത് പുരുഷ ജന്മമാണ് എന്ന് പറയുമ്പോ വരുന്ന ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പുരുഷൻ ഈ പറഞ്ഞതുപോലെയുള്ള ഈ മോഡൽ ശരീരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെയുള്ള തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളിലേക്ക് എത്തും. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്താണ് പി ടി ഉഷ ഓടി സ്വന്തം ശരീരം ആണിന്റെ പോലെ ആക്കണു എന്നായിരുന്നു. അതായത് പി.ടി. ഉഷ ഓടാതെ അവരുടെ വീട്ടിലിരുന്ന് നാൽപ്പാമരാതി എണ്ണയൊക്കെ തേച്ച് ചന്ദനവും പിന്നെ മഞ്ഞളും ഒക്കെ പെരട്ടി അങ്ങനെ സുന്ദരിയായിട്ട് ഇരിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് കല്യാണം കഴിച്ച് ഓടുന്ന ഒരു ആൺകുട്ടിയെ പ്രസവിക്കുകയാണെങ്കിൽ കേമമായി എന്ന് പറയുന്ന ഒരു കാലത്താണ് ഞാനൊക്കെ കോളേജിൽ പഠിച്ചത്. ഞാൻ പഠിക്കുന്ന സമയത്ത് പി.ടി. ഉഷ ഓടുകയാണല്ലോ. അപ്പോ അത് ആ ഒരു സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ ഈ മാസ്കുലിനിറ്റി ആണുങ്ങളെ ബാധിക്കുന്ന ഒരു സമയം ആണ്. ആൺകുട്ടികൾ കരയാറില്ല. നീ എന്താ കരയണേ ഒരു പെണ്ണിനെ പോലെ എന്ന് ചോദിക്കും. അത് ചോദിക്കുന്നതോടുകൂടി ആ കുട്ടിയുടെ മനസ്സിൽ ഒരു വലിയ കുഴപ്പം നമ്മൾ ജനിപ്പിക്കുകയാണ്. അതിന്റെ യാതൊരു കാര്യവുമില്ല. മനുഷ്യരാണ്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വെറും മനുഷ്യരാണ്. ഏത് രോഗവും രണ്ടു പേർക്കും വരും. ഒരാൾക്ക് മാത്രം വരുന്ന രോഗം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു സംഭവമില്ല. ഗർഭപാത്രത്തിലെ ക്യാൻസർ പെണ്ണുങ്ങൾക്ക് മാത്രമേ വരുള്ളൂ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണുങ്ങൾക്ക് മാത്രമേ വരുള്ളൂ. അപ്പോ അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാ അസുഖവും രണ്ടു പേർക്കും വരും. അങ്ങനെ ഒരു തരത്തിലുള്ള വ്യവച്ഛേദനവും പ്രകൃതി നടത്തിയിട്ടില്ല. പക്ഷെ നമ്മള് ആൺകുട്ടികൾ കരയാറില്ല എന്ന് പറയും. അതുപോലെ സ്ത്രീകളുടെ വികാരങ്ങൾ, സ്ത്രീകളുടെ ചിന്തകള്, സ്ത്രീകളുടെ തലച്ചോറ് എല്ലാം കുറച്ച് മോശമാണ്, എല്ലാം ഡിഗ്രേഡ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള അങ്ങനെ ഒരു കോട്ടത്തിൻ്റെതായ ഒരു പട്ടിക നമ്മൾ ഉണ്ടാക്കി ശീലിച്ചത് ഈ പറഞ്ഞ പ്രത്യുൽപാദനപരമായ വിസിബിലിറ്റിയുടെ ആ തെളിവിന്റെ ക്ലിയർ വിസിബിലിറ്റി കിട്ടാത്തതിന്റെ ഇൻസെക്യൂരിറ്റി, അതിന്റെ പുറത്ത് അത് ജയിക്കാനാണ് ഈ ടോക്സിക് മാസ്കുലിനിറ്റി സൃഷ്ടിച്ച സകല സ്ത്രീ വിലക്കുകളും നിലവിലുള്ളത്. അതിന്റെ കോർ അതാണെങ്കിലും മനുഷ്യരുടെ അധ്വാനം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന് മൊത്തം വളരെ താല്പര്യമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ അധ്വാനം ചൂഷണം ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ജാതി വ്യവസ്ഥയ്ക്കും അതാണ് കാരണം, അടിമ വ്യവസ്ഥയ്ക്കും അതാണ് കാരണം,
കോളനീകരണത്തിനും അതാണ് കാരണം. ഈ സ്ത്രീ വിരുദ്ധത പോലെ ടോക്സിക് മാസ്കുലിനിറ്റിയെ നിലനിർത്തുന്നതിൽ വളരെയധികം ആഴത്തിൽ പരസ്പര സഹായങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ചൂഷണത്തിനുള്ള താല്പര്യം, മറ്റുള്ളവരുടെ അധ്വാനത്തിനെ ചൂഷണം ചെയ്യാനുള്ള താല്പര്യം. ഇടതുപക്ഷത്തിന്റെ കാര്യം പറയുമ്പോൾ സാമ്പത്തിക ചൂഷണത്തിന് മാത്രമാണ് ഇടതുപക്ഷം എതിർക്കുന്നത് എന്ന് പൊതുവെ വലതുപക്ഷക്കാരും വർഗീയവാദികളുമൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിക്കാറുണ്ട്. അപ്പോ അതിനെക്കുറിച്ച് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ചിലപ്പോൾ ഇടതുപക്ഷത്തിന്റെ വലിയ ആചാര്യന്മാരൊക്കെ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറയുമായിരിക്കും, പക്ഷെ സാരമില്ല. ഞാൻ എന്തായാലും മനസ്സിലാക്കിയത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ അത് മാറ്റിക്കളയാം, അത്രേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് സാമ്പത്തിക ചൂഷണം മാത്രമല്ല ഇടതുപക്ഷം എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കിയതെന്നല്ല, അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. സാമ്പത്തിക ചൂഷണം മാത്രമല്ല, കാരണം മനുഷ്യജീവിതത്തില് ചൂഷണ പർവ്വതങ്ങളുടെ ഒരു വലിയ ദുർഗം തന്നെയുണ്ട്. അപ്പൊ ആ ഒരു ദുർഗം, അതിന്റെ ഒരു ടിപ്പ് മാത്രമാണ് സത്യം പറഞ്ഞാല് ഈ സാമ്പത്തിക ചൂഷണം എന്ന് പറയുന്നത്. ബാക്കി ഒരുപാട് തരം നേരത്തെ പറഞ്ഞ മാതിരി ചൂഷണ പർവ്വതങ്ങളുടെ ദുർഗങ്ങൾ ഒരുപാട് ഉണ്ട്. അത്തരം ചൂഷണങ്ങളെയും ഇടതുപക്ഷം എതിർക്കും എന്ന് കരുതാനും വിശ്വസിക്കാനുമാണ് എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യം. അതില് ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാല്, ഇടതുപക്ഷത്തിന്റെ ദൗർബല്യം എന്ന് പറയുന്നതും ഈ പറയുന്ന ചൂഷണ വിരോധം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മനുഷ്യവർഗത്തിന് ഈ ഒരു തരത്തിലും അധ്വാനം, അതായത് ഒരു തരത്തിലും കുറച്ചു പേര് ഒരു തരത്തിലും അധ്വാനിക്കാതെ മറ്റു മനുഷ്യരുടെ അധ്വാനത്തിന് പ്രതിഫലമൊന്നും നൽകാതെ, വേണ്ടത്ര പ്രതിഫലം എന്നുള്ളതല്ല, സാധിക്കുമെങ്കിൽ 5 പൈസ പോലും പ്രതിഫലം നൽകാതെ, ഒരു സൗകര്യം പോലും പ്രതിഫലം നൽകാതെ സ്വന്തമാക്കുന്ന ആ ഒരു ചൂഷണം, അത് മനുഷ്യവർഗത്തിന് വളരെ താല്പര്യമുള്ള കാര്യമാണ്. മനുഷ്യർ ഇതുവരെ ആവിഷ്കരിച്ച സകല മേഖലകളിലും സകല പദ്ധതികളിലും ഈ അന്യരുടെ അധ്വാനം ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ് മുന്നിൽ നിൽക്കുന്നത്. അതിനെ എതിർക്കുക എന്ന് പറയുന്ന ആ ഒരു നിലപാടാണ്, അത് ഒട്ടും തന്നെ എളുപ്പമല്ലാത്തൊരു നിലപാടാണ് ഇടതുപക്ഷത്തിൻ്റെത്. അത് അങ്ങനെ ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാല് ഇടതുപക്ഷത്തിന്റെ എഴുതി വെച്ച ആശയങ്ങളും അത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരും തമ്മിൽ ഒരുപാട് ചർച്ചക്കുറവും പൊരുത്തപ്പെടലുകൾ ഇല്ലായ്മയും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോ മനുഷ്യര് ചൂഷണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ളൊരു കാരണം സത്യം പറഞ്ഞാല് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും വളരെ ക്രൂരമായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞു, സ്ത്രീകളുടെ ആർത്തവമായാലും പ്രസവമായാലും സ്ത്രീകൾക്ക് ശാരീരികമായിട്ടുള്ള ഈ പ്രത്യേകതകള് കാരണം ശരിക്കും പറഞ്ഞാല് ആ ഒരു പ്രത്യുൽപാദനപരമായ ജലസി കൊണ്ട് ടോക്സിക് മാസ്കുലിനിറ്റിയുടെ തീനാക്ക് എപ്പോഴും സ്ത്രീകളെ പൊള്ളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതില് നമ്മുടെ
നമ്മൾ മനുഷ്യര് വളരെ കാലം മുമ്പേ തന്നെ, അതായത് നമ്മൾ ആവിഷ്കരിച്ച മതങ്ങളായാലും നമ്മളുടെ രാഷ്ട്രീയമായാലും നമ്മുടെ സംസ്കാരമായാലും കലയായാലും നിയമമായാലും ശാസ്ത്രമായാലും എല്ലാം ഈ തീനാക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആത്മീയതയിൽ പറയും, ഒന്നും സ്വന്തമാക്കരുത്, എല്ലാം ത്യജിക്കണം, പിന്നെ എല്ലാം എന്താണ്, എല്ലാം മായയാണ്, ഒന്നും സ്വന്തമല്ല എന്നൊക്കെ നമ്മുടെ ആത്മീയത പറയുമെങ്കിലും അതിലും ഈ പറഞ്ഞ പ്രത്യുൽപാദനപരമായ ജലസിയുടെ നിഴലും അതുപോലെ ചൂഷണത്തിനുള്ള അത്യാഗ്രഹവുമുണ്ട്. വേറൊരാളുടെ അധ്വാനം ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് ആ ഒരു ചൂഷണത്തിനുള്ള മോഹം ഉള്ളത് കൊണ്ടാണ്. അതുപോലെ നമ്മള് യുദ്ധങ്ങളുടെ കാര്യം എടുത്താല്, യുദ്ധം, വർഗീയ ലഹള അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാല് സ്ത്രീകളും അവര് പ്രസവിച്ച കുഞ്ഞുങ്ങളും ഈ യുദ്ധം, വർഗീയ ലഹള പോലെയുള്ള അനധികാരത്തിന്മയുടെ ഫലമായിട്ട് ശരിക്കും അതിന്റെ രൂക്ഷത കൊണ്ട് ശരിക്കും നശിച്ചു പോകാറുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ കാണുകയാണ് ഉക്രൈനിലെ സംഭവങ്ങള്, നമ്മുടെ മുമ്പിൽ കാണുകയാണ് ഗാസയിലെ സംഭവങ്ങള്. അപ്പോ ഒരു പക്ഷേ മനുഷ്യര് വേറൊരാളുടെ സങ്കടം കാണുമ്പോ ഒരുമിച്ച് നിൽക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നുവെങ്കിൽ ഒരു ഗാസ സംഭവിക്കില്ല, ഒരു ഉക്രൈൻ സംഭവിക്കില്ല. ബ്രെക്റ്റിന് എഴുതാൻ മാത്രമേ പറ്റുള്ളൂ, ഒരു അനീതി നടന്നാല് അന്ന് വൈകുന്നേരം ആ നഗരം ചാമ്പലാവണം എന്നൊക്കെ എഴുതാനേ പറ്റുള്ളൂ. നമ്മള് ഈ പറഞ്ഞ ചൂഷണത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ ആസക്തി ബാധിച്ച മനുഷ്യരായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുമിച്ച് നിൽക്കാനോ ആർക്കെങ്കിലും വേണ്ടി ആ രീതിയിൽ പൊരുതാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോ പുരുഷന്മാര് ഇങ്ങനെ യുദ്ധത്തില് സ്ത്രീകളും കുട്ടികളും നശിച്ചു പോകും എന്ന് പറയുമ്പോ ഉടനെ ചോദിക്കും, ആണുങ്ങൾ നശിച്ചു പോവൂലേ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നശിച്ചു പോകും. അനധികാര തിന്മ പുരുഷനെ ഒരു ഒക്ടോപ്പസ്, നീരാളി ചുറ്റിപ്പിടിക്കണ പോലെയാണ് പിടിച്ച് ഉപദ്രവിക്കുക. പക്ഷെ ആ രസതന്ത്രം പുരുഷന്മാർക്ക് മനസ്സിലാവാത്തതിന്റെ കാര്യം ഒന്ന്, വളരെ ദയനീയമാണ് അത് മനസ്സിലാക്കാത്തത്. ഇനിയും അവരത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന അതായത് ആണുങ്ങൾക്ക് ബുദ്ധി കൂടുതലാണ്, ആണുങ്ങൾക്ക് കഴിവ് കൂടുതലാണ്, പിന്നെ എന്താണ്, അവനൊരു ആണല്ലേ, അവന് ഒരു കറി മാത്രം വെച്ച് ചോറ് വിളമ്പാൻ പാടുണ്ടോ, എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആൺകുട്ടികൾക്കാണ് മിടുക്കുണ്ടാവുക, കണക്ക് പഠിക്കാൻ ആൺകുട്ടികളാണ് എക്കാലത്തും മുമ്പില്. അങ്ങനെ വിജാതി പ്രീണന പ്രസ്താവനകൾ സമൂഹം ഇഷ്ടം പോലെ പുറത്തിറക്കിയിട്ടുണ്ട്, ഇറക്കുന്നുണ്ട്. എല്ലാത്തിലും മുമ്പില് ആണുങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തരം അൺപ്രിവിലേജ്. അപ്പൊ ആ അൺപ്രിവിലേജ് വിശ്വസിച്ച് ജീവിക്കുന്നതിലൂടെയാണ് ആണുങ്ങള് അവർക്ക് സംഭവിക്കുന്ന ഈ നീരാളിപ്പിടുത്തം, അൺപ്രിവിലേജിന്റെ ആ ഒരു മാധുര്യം കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ, അതായത് ഒരു സ്പെഷ്യലാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനൊരു മാധുര്യമുണ്ട്, അത് കിട്ടുന്നത് കൊണ്ട് എന്നാൽ പിന്നെ ഈ നീരാളിപ്പിടുത്തം സാരമില്ല, ഇതിന്റെ രസതന്ത്രം സഹിച്ചേക്കാം എന്ന് അൺപ്രിവിലേജിന്റെ മാധുര്യത്തില് അങ്ങനെ വിചാരിച്ചു പോകും. അപ്പോ ഈ പ്രിവിലേജ് അല്ലെങ്കിൽ അനധികാര തിന്മ എന്ന് പറയുന്നത്
സ്ത്രീകളിൽ ഇല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്ത്രീകളിൽ ഉണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. അത് എങ്ങനെയാണ് സ്ത്രീകളിലെ ആ അണധികാര തിന്മ വർക്ക് ചെയ്യുന്നത്? അത് വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ അവർക്ക് നല്ല സ്ത്രീകളാകണം. ചൂഷകരുടെ നല്ല സ്ത്രീയാകുക എന്നുള്ള മത്സരമാണ് അധിക പങ്ക് സ്ത്രീകൾക്കും തമ്മിലുള്ളത്. സ്വവർഗസ്നേഹം, വിശ്വാസം, അത് സ്ത്രീകളെ സംബന്ധിച്ച് തികച്ചും അശ്ലീലമാണ്. സ്വവർഗ വിരോധവും സംശയവും ആണ് സ്ത്രീകൾക്ക് പരസ്പരം വേണ്ടത് എന്ന് ടോക്സിക് മാസ്കുലിനിറ്റി, അണധികാര തിന്മ എന്ന് പറയുന്ന സംഭവം പഠിപ്പിച്ചിട്ടുണ്ട്. ആ തിന്മയുടെ ഗുഡ് ബുക്കിൽ കയറലാണ് നല്ല കാര്യം എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടി സ്ത്രീകള് എന്തക്രമം ചെയ്യും. ആരോട്? സ്വവർഗത്തോട്. യുഗങ്ങളായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പാമ്പിന്റെ ആകൃതി കണ്ടാൽ, വളഞ്ഞു പുളഞ്ഞു പോകുന്ന ആകൃതി കണ്ടാൽ തിരിച്ചറിയും എന്ന് പറഞ്ഞതുപോലെ യുഗങ്ങളായിട്ട് പെണ്ണുങ്ങളുടെ തലച്ചോറില് അടിമത്തത്തിന്റെ രേഖകൾ ഉണ്ട്. സമസ്ത അടിമകൾക്കുമിടയില് ഞാനാണ് ഏറ്റവും നല്ല അടിമ എന്ന തീട്ടൂരം ഉടമയിൽ നിന്ന് കിട്ടാനാണ് സ്ത്രീകൾ പരസ്പരം തള്ളിക്കളയുന്നത്. വെറുതെ തള്ളിക്കളയല്ല, ആഞ്ഞാഞ്ഞു തള്ളിക്കളയാണ്. ഈ മനുഷ്യബന്ധങ്ങളെ പൂർണ്ണമായിട്ടും തകർക്കുന്ന കാര്യത്തില് ടോക്സിക് മാസ്കുലിനിറ്റിക്ക് വലിയ പങ്കുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാല് സമത്വം തീരെയില്ലാത്ത ബന്ധങ്ങളില്, തുല്യത തീരെയില്ലാത്ത ബന്ധങ്ങളില് സ്നേഹവും വിശ്വാസവും അല്ല ഉണ്ടാകുന്നത്. അതിലുണ്ടാകുന്നത് ശീതസമരവും മത്സരവുമാണ്. അപ്പോ അപരവീഴ്ചയില് എല്ലാവർക്കും ആഹ്ലാദമായി. ഒരു പടി കൂടിയും കടന്നിട്ട് വേണമെങ്കിൽ അപരവീഴ്ചയ്ക്കായിട്ട് കുഴികള് കുഴിച്ചു വെക്കും. കുഴികളിൽ വീഴുന്നവരെ നോക്കി അപ്പുറത്ത് നിന്ന് പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ടോക്സിക് മാസ്കുലിനിറ്റിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും ഇതിന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ലേ? നമ്മളിത് ഒഴിവാക്കേണ്ടതാണ്. ഇത് നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. അത് ഈ സമൂഹം സ്ത്രീക്കായിട്ട് നിർണയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പുരുഷനായിട്ട് നിർണയിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയെല്ലാം എതിർക്കുക എന്നുള്ളതാണ്. ആ കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ സമൂഹം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. ഞാൻ കുറെ പ്രാവശ്യം വീണു, ഞാൻ പിന്നെയും എണീറ്റു, നടന്നു. ഇപ്പോഴും നടക്കുകയാണ്, ഇനിയും നടക്കും. അപ്പോ ഇതിൻ്റെ സമൂഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകള്, സമൂഹത്തിൻ്റെതായ നിലപാടുകള്, അതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് അതെല്ലാം തന്നെ ചൂഷണാധിഷ്ഠിതമാണ്. ദുർബലരെ ഇല്ലാതാക്കുന്ന ഒരു വൃത്തികെട്ട മനോഭാവമാണ്. ദുർബലർ ഇല്ലാതാകുന്ന ഒരു കണ്ടീഷനിൽ നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു ഫാബ്രിക് കീറിപ്പോകും കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ദുർബലരെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതിനു പകരം ദുർബലരെ ശക്തരാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന്
ടോക്സിക് മാസ്കുലിനിറ്റി ഉണ്ടാക്കി തന്നിട്ടുള്ള ഈ ഒരു സാമൂഹിക നിയമങ്ങളെ എല്ലാം തന്നെ ഒന്നൊഴിയാതെ എല്ലാത്തിനെയും ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. അത് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും നിയമത്തിലായാലും അതല്ലെങ്കിൽ ശാസ്ത്രത്തിലായാലും. ശാസ്ത്രത്തിന്റെ കാര്യം പറയുമ്പോൾ ശാസ്ത്രം അങ്ങനെയാണോ എന്ന് ചോദിക്കും. അങ്ങനെയാണ്. കാരണം നമ്മുടെ എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നതായാലും എന്ത് കാര്യമായാലും അത് ആദ്യം അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് പുരുഷന്റെ ശരീരത്തിൽ ആ സംഭവം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമാണ്. സ്ത്രീയുടെ ശരീരത്തിൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോ ഈ 21ാം നൂറ്റാണ്ടില് കുറേശ്ശെയൊക്കെ ആളുകൾ ആലോചിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പല മരുന്നുകളും പല കാര്യങ്ങളും തന്നെ ഇതില് ആവശ്യമുള്ളതാണോ, സ്ത്രീയുടെ ദേഹത്തില് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തില് ആരും ഗവേഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതുപോലെ നിയമങ്ങള് ഇപ്പോ സ്ത്രീകൾക്ക് എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്താണ് സ്ത്രീയുടെ അവകാശങ്ങള്, പുരുഷന്റെ പായിൽ കിടന്നാല് സ്ത്രീക്ക് അവകാശമാണ് എന്നൊക്കെയുള്ള പിന്തിരിപ്പനായ വാചകങ്ങൾ എഴുതി വെച്ചിട്ടുള്ളവരും സിനിമയിൽ കാണിച്ചിട്ടുള്ളവരും ഒക്കെയാണ് നമ്മുടെ ഗംഭീരമായ എഴുത്തുകാരും അല്ലെങ്കിൽ ഗംഭീരമായ സിനിമക്കാരും അഭിനയക്കാരും ഒക്കെ. അപ്പോ സ്ത്രീക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് പറയുന്ന സകല നിയമത്തിലും കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞു. നേരത്തെ ഡൊമസ്റ്റിക് വയലൻസിന്റെ നിയമം കുറച്ച് ശക്തമായിരുന്നു. ഇപ്പൊ അതിലും കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ചേർന്ന് കഴിഞ്ഞു. അതിൽ നിന്നൊന്നും ഒരു സ്ത്രീക്കും ഒരു തരത്തിലുള്ള രക്ഷയും കിട്ടാൻ പോകുന്നില്ല. ഓരോ പഞ്ചായത്തിലും ഒരു സ്ത്രീക്ക് വീട്ടിൽ നിന്ന് കൊച്ചിനെയും കൂട്ടി ഇറങ്ങിപ്പോയാൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാകേണ്ടതാണ്. അതിനു മാത്രം കേസുകള് നമ്മുടെ നാട്ടില് നടക്കുന്നുണ്ട്. രണ്ട് പെൺകുട്ടികളെയും കെട്ടിപ്പിടിച്ചിരുന്ന് അമ്മ ട്രെയിനിന്റെ മുമ്പില് ഇരിക്കുകയാണ്. അപ്പൊ ആ ഡ്രൈവർ വിചാരിക്കുന്നത്, ലോക്കോ പൈലറ്റ് വിചാരിക്കുന്നത് ട്രെയിൻ നിർത്താൻ അയാൾക്ക് സാധിക്കില്ല, ഇവര് ട്രെയിൻ അടുത്ത് വരുമ്പോ ഓടി മാറും എന്നാണ്. അവര് ഓടി മാറുന്നില്ല. അത്ര ഭയങ്കരമാണ് അവര് നേരിടേണ്ടി വരുന്ന ജീവിതം. എല്ലാ സ്ത്രീ അനുകൂല നിയമങ്ങളും കേസിന്റെ അവസാനത്തെ പടിയിലെത്തുമ്പോ സ്ത്രീക്ക് കംപ്ലീറ്റ് ആയിട്ട് എതിരാകുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒറ്റ നിയമം പോലും അങ്ങനെ അല്ലാതെ ഇല്ല. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഇതേ പുരുഷനെ പിടിച്ച് അകത്താക്കി, ഇതേ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള പ്രചരണങ്ങൾ മാത്രമാണ് നടക്കുന്നത്. അപ്പൊ എല്ലാത്തരം നമ്മുടെ ഏതു മേഖല എടുത്താലും ഏത് എന്താ പറയുക പ്രവൃത്തി എടുത്താലും അതിലെല്ലാം തന്നെ ഈ തുല്യത പാലിക്കാത്ത കണ്ടമാനം വിഷലിപ്തമായ ആ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ അതനുസരിച്ചാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്നത്. ആ നിയന്ത്രണം എന്ന് പറയുന്നത് ഇല്ലാതാക്കാൻ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ അസാധാരണമായ രീതിയിൽ, അതായത് വിപ്ലവകാരിയുടെ സ്വപ്നം ആണല്ലോ എപ്പോഴും രാജ്യത്തിന്റെ നന്മ. അല്ലാതെ ഉണ്ടുറങ്ങി കുളിച്ച് പുസ്തകം വായിച്ചിരിക്കുന്ന ആളുടെ സ്വപ്നം അല്ല രാജ്യത്തിന്റെ നന്മ. വിപ്ലവകാരിയുടെ സ്വപ്നമാണ് രാജ്യത്തിന്റെ നന്മ. അതല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നവന്റെ ആഹാരമാണ്, പട്ടിണി കിടക്കുന്നവന്റെ അന്നമാണ്, ആഹാരം കഴിക്കുന്നവന്റെ സമ്പത്ത് അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നവന്റെ
ഇലയിൽ വിളമ്പപ്പെടുന്നത്. അപ്പോ നമ്മൾ അങ്ങനെ ആലോചിച്ചു പോകുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമൂഹം ശരി എന്ന് പറയുന്ന പല കാര്യങ്ങളെയും മടി കൂടാതെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്ന ജനതയ്ക്ക് മാത്രമേ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഞാന് തൽക്കാലം നിർത്താം എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. കൂടുതൽ സംസാരിക്കാനായിട്ട് എന്നോട് ഇങ്ങോട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വർത്തമാനം പറയുമ്പോഴേ എനിക്ക് അതിൻ്റെതായ ഒരു അത് മതി എന്ന് തോന്നുന്നു. അപ്പോ ഇങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കാം എന്നൊരു വിചാരം ഉണ്ട്. നിങ്ങൾ പറയൂ, അതനുസരിച്ച് ചെയ്യാം. ഹായ് ചേച്ചി. ഹലോ. ഞങ്ങളെ ഒരു പിറന്നാള് ഞങ്ങൾ വിഷ് ചെയ്തു. എന്റെ പിറന്നാളാണെന്ന്. ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയും. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു, താങ്ക് യു. Many happy returns of the day. താങ്ക് യു. Many more returns of the day. താങ്ക് യു, താങ്ക് യു. ഈ പിറന്നാളിന്റെ അന്ന് അതെ, താങ്ക് യു. വളരെ സന്തോഷം. പിറന്നാളിന്റെ അന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഇതുപോലൊരു സമയം മാറ്റിവെച്ച് വളരെ ശാന്തമായി വളരെ വ്യക്തതയോടുകൂടി ഞങ്ങളോട് ഇത്രയും നേരം സംസാരിക്കാൻ കാണിച്ച മനസ്സിന് ഞാൻ ഒരുപാട് നന്ദി പറയാണ്. ഇപ്പൊ ഞാൻ സത്യം ദർശനാലെ ഇവിടെ ഇപ്പൊ ഇരിക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു സ്ത്രീനെ അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷത്ത് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ തരത്തിലും നമ്മളെ ആ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ആളെ എല്ലാ തരത്തിലും എതിർക്കുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ലോകത്ത് നിന്ന് നമ്മൾ ആണധികാരം എന്ന് ശബ്ദിക്കാൻ പോലും നമ്മൾ അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണധികാരം എന്നൊരു കാര്യമുണ്ട് എന്നും മൈക്രോ അഗ്രഷൻ വീടുകളിൽ അടക്കം നടക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കി അതിനെതിരെ തങ്ങളുടെ സംഘടനയിലുള്ള ആളുകളെ അതിനെതിരെ അണിനിർത്താൻ സാധിക്കണമെന്നും വിചാരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ നിലകൊള്ളുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുകയാണ്. ഞങ്ങൾ ഒരു പറ്റം ആളുകൾ ഇതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തുകയും ഇതിനൊക്കെ വേണ്ടി വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും സ്പീക്കറെ തേടി നടക്കുകയും ഒക്കെ ചെയ്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പേഴ്സണലി എനിക്ക് വളരെ ആഹ്ലാദം തന്നിട്ടുള്ള സമയമാണ്. അപ്പം അതേ ദർശന അല്ലെ ഒരു അംഗം എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ചേച്ചിയോട് സംസാരിക്കുന്നത്. സന്തോഷം. കേൾക്കുമ്പോ എനിക്കും ഒരു സന്തോഷവും ഊർജവും ഒക്കെ കിട്ടുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടായിരുന്നു. ഞാൻ അത് ചോദിക്കാം. നമ്മൾക്ക് അതുവരെയും പരിചിതമല്ലാത്ത ഒരു ലോകത്ത് സ്വന്തം വീട്ടിൽ നടക്കുന്ന അഗ്രഷനെ കുറിച്ചൊന്നും നമ്മൾ സ്വന്തം വീട്ടിലുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ പറയണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള അതല്ലെങ്കിൽ അത് കണ്ടു വളർന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതൊക്കെ മോശമാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ടുള്ള ഒരു ലോകത്ത് നിന്ന് പെട്ടെന്ന് ചേച്ചിയെ പോലെയുള്ള ഒരു ആള് ഞങ്ങൾക്കധികം പരിചയമില്ലാത്ത ഒരു ഭാഷയിൽ ആണധികാര വ്യവസ്ഥയെ കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്ത് ഞങ്ങൾക്കൊരു വഴികാട്ടിയായിട്ടുള്ള ആളാണ്. അപ്പം അത് മാത്രമല്ല, ഏറെ ദയവോടും വളരെ മനുഷ്യസ്നേഹത്തോടും കൂടി മാത്രം മറ്റുള്ളവരോട് പെരുമാറുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ പെരുമാറുമ്പോഴും തൻ്റെ എന്താ പറയാ സ്ത്രീകൾക്ക് വേണ്ടി ശക്തിയുക്തം നിലപാടെടുക്കുകയും അല്ലെങ്കിൽ അത് അതിക്രമത്തിനെതിരെ എന്ത് വില കൊടുത്തും മുന്നോട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് ചേച്ചി. എങ്ങനെയാണ് ഇത്രയും ഒരു ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? ധൈര്യം ഞാന് എന്റെ വീട്ടിൽ നിന്ന് റേഷൻ കാർഡിൽ എന്റെ പേര് വെട്ടിക്കളഞ്ഞു.
അപ്പോ റേഷൻ കാർഡിൽ പേര് വെട്ടുക എന്ന് പറഞ്ഞാൽ ആള് മരിക്കുക എന്നാണ് അർത്ഥം. ആള് മരിക്കുമ്പോഴാണ് നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുന്നത്. അതല്ലാതെ സാധാരണ റേഷൻ കാർഡിൽ പേര് വെട്ടാറില്ല. എനിക്ക് കേറിക്കിടക്കാൻ ഞാൻ ജനിച്ചത് ട്രിവാൻഡ്രത്താണ്. പക്ഷെ ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ തൃശ്ശൂരാണ്. ഞാൻ ഒരു 24 വയസ്സ് വരെ ജീവിച്ച സ്ഥലമാണ് തൃശ്ശൂര്. എന്നിട്ട് എനിക്ക് അവിടെ കേറിക്കിടക്കാൻ ഒരു മുറി കിട്ടാത്ത പരിതസ്ഥിതി വന്നു. എനിക്ക് ഞാൻ ഡൽഹിയിൽ ഒരു ചെറിയ മുറിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഈ പറഞ്ഞതുപോലെ എന്നെ വൈകുന്നേരം രാത്രി ആയപ്പോ ഇറക്കി വിടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആകെ ഒന്നുമില്ല, ആ വീട്ടുടമസ്ഥന് എന്നോട് ഒരു അതിര് കവിഞ്ഞ ആഗ്രഹം ഉണ്ടാവുകയും അയാളുടെ കൂടെ കിടക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ എനിക്ക് മുറി അപ്പൊ തന്നെ തന്നേനെ. പക്ഷെ അതൊരു ഇളിഞ്ഞ ശൗര്യം ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല. അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഞാന് ഒരു രാത്രി ഒരു ചായക്കാരിയുടെ കൂടെ റോഡില് ഇരുന്ന് വെളുപ്പിച്ചു. അവരെന്നോട് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് വെളുപ്പിച്ചു. ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് വെളുപ്പിച്ചു. ഇത്രയൊക്കെ ജീവിതാനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോ സാധാരണ തോന്നുന്ന ഒരു ഭയമൊക്കെ ഉണ്ടല്ലോ, ആ ഭയമൊക്കെ പതുക്കെ പതുക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുപോലെ എൻ്റെ കുഞ്ഞിനെ കിട്ടാതെ, അതായത് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുമ്പോ, എടുത്തുകൊണ്ട് പോവാന്നല്ല, തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യം സംഭവിക്കുമ്പോ ലക്ഷ്മിക്ക് അത് എങ്ങനെ മനസ്സിലാകും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് 24 വയസ്സേ ഉള്ളൂ ആ സമയത്ത്. ഞാന് ഡൽഹിയിലെ കസ്തൂർബാ ഗാന്ധി മാർഗില് വെച്ചാണ് ഇത് നടക്കുന്നത്. അപ്പോ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് മലമൂത്ര വിസർജനം ചെയ്യുകയും എൻ്റെ ഗർഭപാത്രം ഉറക്കരിഞ്ഞ് അപ്പൊ തന്നെ ഞാൻ മെൻസസ് ആവുകയും ചെയ്തു. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല് ഞാൻ ആകെ വൃത്തികേടായി. എനിക്കൊരു ഓട്ടോറിക്ഷയിൽ പോലും ആ സമയത്ത് കയറാൻ പറ്റില്ല. ഞാൻ താമസിക്കുന്നിടത്തേക്ക് തിരിച്ചു വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം കുട്ടി അന്വേഷിച്ച് എനിക്ക് പോകാൻ. അങ്ങനെയൊക്കെയുള്ള ജീവിത പരിതസ്ഥിതികളിലൂടെ കടന്നുപോയ ഒരാള് എന്നുള്ള നിലയ്ക്ക് എനിക്ക്, അല്ലെങ്കിൽ എന്നെ വിവാഹം കഴിക്കാതെ വിവാഹം കഴിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് എൻ്റെ കൂടെ 4-5 വർഷം താമസിക്കുകയും അതിൽ എനിക്കൊരു കുട്ടി ഉണ്ടാവുകയും ആ കുട്ടിയുടെ അവകാശം ഇന്ത്യൻ നിയമപ്രകാരം എനിക്ക് മാത്രമായിരിക്കെ കുട്ടിയെ എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ വർഷങ്ങള് കീസസാരി കോടതി മുതൽ അന്ന് ഇവിടെ കുടുംബ കോടതികൾ വന്നിട്ടില്ല. അതുകൊണ്ട് എറണാകുളം കുടുംബ കോടതി വന്ന സമയം വരെ ഞാൻ കേസ് പറയുകയും ചെയ്ത ഒരു അമ്മയാണ്. അപ്പോ എൻ്റെ മോള് സഹിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചാല് ഞാൻ ഏതെല്ലാം വഴി കൂടെ നടന്നു എന്ന് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് ധൈര്യം എന്ന് പറയാമോ, എനിക്ക് പേടിയില്ലാതായി. അതാണ് ഞാൻ എന്നോട് ചെയ്ത ഏറ്റവും വലിയ സഹായം. എനിക്ക് പേടിയില്ലാതായി. ഞാൻ ഇനി ഇതിന് മുകളിലേക്കൊന്നും കാണാനില്ല എന്നൊരു ധൈര്യത്തിലേക്ക് ഞാൻ നടന്നു കയറി. ഇപ്പോ ഞാൻ ആ നിലയ്ക്ക് വളരെ സന്തോഷവതിയാണ്. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്, ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയോടും എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് വ്യാജമാണ് എന്ന് പറയാൻ കഴിയില്ല. ശരി, നന്ദി ചേച്ചി. ഞാൻ വേറെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും ചോദിക്കാം. ഈ പറഞ്ഞ പുരുഷാധിപത്യ മനോഭാവം അല്ലെങ്കിൽ ചിന്തകൾ, ഈ ചിന്തകൾക്ക് വലതുപക്ഷ രാഷ്ട്രീയവുമായിട്ട് ബന്ധമുണ്ട് എന്ന് കരുതുന്നു?
തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ആഹ് ഞാനൊരു ഒരു അതായത് എന്താണ് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകിനെയാണ് നമുക്ക് പരിചയം. ബാലഗംഗാധര തിലക് ആണ് മുംബൈയില് ഈ ഗണേശോത്സവം ആരംഭിക്കുന്നത്. ഗണേശോത്സവം ആരംഭിച്ചത് ഹിന്ദുക്കളെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ബാലഗംഗാധര തിലകിന്റെ ആ ഒരു സമയത്ത് ആണ് ബ്രിട്ടീഷുകാര് സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തുന്നത്. വിവാഹപ്രായം 10 വയസ്സായിരുന്നു, അത് 12 വയസ്സാക്കി. ഇന്ത്യയില് 10 വയസ്സില് വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ ഭർത്താവിന്റെ ആഗ്രഹപൂർത്തിക്ക് വഴങ്ങേണ്ടി വന്ന ഫൂൽമണി എന്ന് പറയുന്ന ഒരു കുഞ്ഞുവാവ ഭാര്യ അരക്കെട്ട് തകർന്ന് മരിച്ചുപോയി. അതിനു മുമ്പ് അനവധി പെൺകുട്ടികൾ അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോ ഇവരെയൊക്കെ നോക്കിയിരുന്നത് അല്ലെങ്കിൽ ഇവരുടെ പ്രസവം അറ്റൻഡ് ചെയ്തിരുന്നത് പലപ്പോഴും നാടൻ പതിച്ചുകളും പിന്നെ വളരെ ഗുരുതരമായ കണ്ടീഷനിൽ ഇംഗ്ലണ്ടിൽ നിന്ന് പഠിച്ചു വന്നിട്ട് ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാരി ഡോക്ടർമാരുമാണ്. അപ്പോ ഇങ്ങനെ മരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ആ ഡോക്ടർമാരാണ് സത്യം പറഞ്ഞാല് ബ്രിട്ടീഷ് ഗവൺമെന്റിന് അറിവ് കൊടുക്കുന്നത്. ഈ ഫൂൽമണിയുടെ മരണത്തിന് ശേഷം ഒട്ടും കാത്തു നിൽക്കാതെ ബ്രിട്ടീഷുകാര് ഈ നിയമം പാസാക്കി. 10 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല, 12 വയസ്സാക്കണം എന്നാണ് പാസാക്കിയത്. അതിൽ കൂടുതലൊന്നും അവരും വിചാരിച്ചിട്ടില്ല. അവര് വിക്ടോറിയൻ കാലഘട്ടത്തിൽ അവിടെ 15 വയസ്സ് വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 15 വയസ്സിൽ അവിടെയും കല്യാണവും പുരുഷന്റെ കൂടെയുള്ള ജീവിതമൊക്കെ ആരംഭിക്കുമായിരുന്നു. അപ്പോ അത് പക്ഷേ ഈ സ്വരാജന്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകിനും ബിപിൻ ചന്ദ്രപാലിനൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് എഴുതാൻ സാധിക്കാവുന്ന എല്ലാ പത്രക്കടലാസുകളിലും ഇത് നിയമവിരുദ്ധമാണെന്നും അതായത് ഇന്ത്യയുടെ സംസ്കാരത്തിനെ ഇംഗ്ലീഷുകാര് കത്തിവെക്കുന്നതാണെന്നും പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, വളരെ സീരിയസ് ആയിട്ട് അതിനെതിരായുള്ള ക്യാമ്പയിൻ നടത്തുകയും, കാരണം ബാലഗംഗാധര തിലക് കല്യാണം കഴിച്ചത് 5 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോ 10 വയസ്സ് 12 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കൂടുതലാകുമല്ലോ. അപ്പോ ആ ഒരു നിലപാട് ഇന്ത്യയിലെ സ്ത്രീകളുടെ ജീവിതത്തിനെ എങ്ങനെയൊക്കെ മാറ്റി എന്ന് ചോദിച്ചാല് അത്തരത്തിലുള്ള നിയമങ്ങൾ വന്നതുകൊണ്ടാണ് പടിപ്പടിയായിട്ട് സ്ത്രീകളുടെ വിവാഹ സമയം എന്ന് പറയുന്നത് 18 വയസ്സ് വരെയൊക്കെ എത്തിയത്. ഇപ്പൊ വലതുപക്ഷ രാഷ്ട്രീയം അതിനോട് എങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചാല് ഏറ്റവും തീക്ഷ്ണമായിട്ട് സംസാരിച്ചിരുന്ന ആള് വരെ ഇക്കാര്യത്തില് അങ്ങേയറ്റം പിന്തിരിപ്പനായിരുന്നു അന്ന് തന്നെ. പിന്നെ ഇപ്പോ തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് ആ ഒരു പിന്തിരിപ്പൻ നിലപാട് തന്നെയാണ്. സ്ത്രീകളുടെ കാര്യം വന്നു കഴിഞ്ഞാല് മിക്കവാറും എല്ലാവരും വളരെയധികം പാരമ്പര്യവാദികളായി മാറും. നമ്മുടെ കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സ്ത്രീകൾ ജീവിക്കേണ്ടത് എന്ന്. അതുപോലെ ജീവിച്ച ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന എത്രയോ നേതാക്കന്മാര് നമുക്ക് ഉണ്ട്. ശരിയാണ്. ഇത്രയും വയസ്സുള്ള, അതായത് ഒരുപാട് വയസ്സ് വ്യത്യാസമുള്ള പുരുഷന്മാരൊക്കെ കല്യാണം കഴിച്ചിരുന്ന ബാലികകളൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലാണ്. അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് നമ്മൾ ഇവിടെ വരെ
ഒക്കെ ആലോചിക്കുമ്പോൾ ഒരു ഞെട്ടലാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മളെ കേരളം പണ്ടേ തന്നെ നവോത്ഥാനത്തിന് കൈപിടിച്ച അല്ലെങ്കിൽ പുരോഗമന ആശയങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ള സംസ്ഥാനമായിട്ട് കൂടി വീടകങ്ങളിലുള്ള മൈക്രോ അഗ്രഷൻസ് അല്ലെങ്കിൽ അതിക്രമങ്ങൾ ഇതിലൊന്നും ഇപ്പോഴും നമുക്ക് കാര്യമായിട്ടൊരു മുന്നേറ്റം നടത്താനായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഈ പല ഡെവലപ്മെന്റൽ ഇൻഡെക്സുകളിലും നമ്മൾ മുന്നിൽ നിൽക്കുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ പിന്തിരിപ്പനായി പോയത് എങ്ങനെയായിരിക്കാം? അത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുറെ ഡെവലപ്മെന്റൽ സൂചികകളിലൊക്കെ നമ്മൾ മുമ്പിലായെങ്കിലും ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സത്യത്തില് ഏറ്റവും അവസാനം മാത്രം പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അത് ഒരിക്കലും ഒരു വേഗമാർന്ന സമരരൂപം അതിന് ഉണ്ടാവുകയില്ല. സ്ത്രീകൾക്ക് അവരുടെ നിലപാടുകൾ വ്യക്തമായിട്ട് പറയാനും ചെയ്യാനും കഴിവുള്ള ഒരു അന്തരീക്ഷം ഇപ്പോഴും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നമുക്കിപ്പോഴും കേരളത്തിൽ ധൈര്യമായിട്ട് ഒരു നേരം വൈകി ബസ്സിൽ നിന്ന് ഇറങ്ങി സമാധാനമായിട്ട് വീട് പിടിക്കാൻ പറ്റില്ല. കേരളത്തിൽ ഇപ്പോഴും കാരണം 100% ലിറ്ററസി ഒക്കെയാണ്, പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ആക്രമിക്കപ്പെടും. ആ ഒരു കാര്യത്തില് നമുക്ക് മാറ്റം വന്നിട്ടില്ല. എല്ലാവർക്കും സ്ത്രീകള് കുളിച്ച് ഇറനോടെ മറ്റേ തുളസിക്കതിരൊക്കെ ചൂടി നടക്കുന്നതാണ് ഇടതുപക്ഷത്തിന്റെ ഇടത്തേറ്റത്ത് നിൽക്കുന്ന വിപ്ലവകാരിയുടെയും ഉള്ളിലെ സ്വപ്നം. ആ ഒരു വൈരുദ്ധ്യമാണ് കേരളത്തിലെ സ്ത്രീകളെ ഇപ്പോഴും വേട്ടയാടുന്നത്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കുറെ കൂടി ഭംഗിയായാൽ, ഇപ്പൊ കുറെ ഭംഗിയായിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും ഇനിയും അത് ഭംഗിയാവാനുണ്ട്. അത് ആയിക്കഴിഞ്ഞാല് ഒരു പക്ഷേ കേരളത്തിലെ സ്ത്രീകൾക്ക് കുറെ കൂടി മൊബിലിറ്റിയും കുറെ കൂടി സ്വാതന്ത്ര്യവും ഒരു പക്ഷെ എക്സർസൈസ് ചെയ്യാൻ പറ്റിയേക്കും. എന്നാലും സ്ത്രീ സമരങ്ങൾ ഒറ്റ സമരങ്ങളാണ്. 1 ഇഞ്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ 2 ഇഞ്ച് പുറകോട്ട് പോകേണ്ടി വരും. അങ്ങനെയാണ് സ്ത്രീ സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നത്. നവോത്ഥാന കാലത്ത് സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ നമ്മൾ ഒരിക്കലും അഡ്രസ് ചെയ്തിട്ടില്ല. നവോത്ഥാനം സംഭവിച്ചപ്പോ ഒക്കെ തന്നെയും നമ്മള് അത് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് വളരെ അടുത്ത കാലത്ത് വരെ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടോ? മനുഷ്യർക്കല്ലേ പ്രശ്നമുള്ളൂ. എല്ലാവരും എപ്പോഴും എങ്ങനെയാണ് സ്ത്രീപക്ഷം എന്തിനാണ് ആകുന്നത്, മനുഷ്യപക്ഷം ആയാൽ പോരെ എന്ന് എപ്പോഴും ചോദിക്കും. ഇപ്പോഴും എല്ലാവരും പറയും നിഷ്പക്ഷമായിട്ട് നിൽക്കണം. നിഷ്പക്ഷം എന്ന് പറയുമ്പോൾ തന്നെ അത് പീഡകപക്ഷമായി മാറുകയാണ്. നിഷ്പക്ഷം ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കാതെ വരുന്നത് ജാതീയമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ദളിത് പക്ഷമാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നിഷ്പക്ഷമായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ സവർണപക്ഷമായി മാറും. അതുപോലെയാണ് സ്ത്രീപക്ഷം ആകുമ്പോൾ മാത്രമേ സ്ത്രീപക്ഷത്തില് നിൽക്കാൻ പറ്റുള്ളൂ. നിഷ്പക്ഷമാകുമ്പോൾ നമ്മൾ വളരെ എളുപ്പത്തില് പുരുഷപക്ഷത്തിലേക്ക് തന്നെ നിൽക്കും. അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും. ഓരോ സ്ത്രീയിലും, സാരി ഉടുക്കുന്ന, ചുരിദാർ ഇടുന്ന ഓരോ സ്ത്രീയിലും 3/4 ഭാഗവും പുരുഷനാണ്. അവളുടെ ബോധമനസ്സില് അത്രയധികം ആഴത്തിലാണ് പുരുഷ മേധാവിത്വ ചിന്തകള് കുത്തി നിറച്ചിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് കൊഴിഞ്ഞു പോയാൽ മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള നവോത്ഥാനം സ്ത്രീകളിൽ സംഭവിക്കുള്ളൂ. ശരി. ചിലപ്പോ നമ്മളെ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അവരെ ഒന്ന് ക്വസ്റ്റ്യൻ എന്താ പറയാ കമന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്കൊരു 2-3 ചെറിയ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാനുണ്ട്.
ചേച്ചി ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മളെ ഇടതുപക്ഷത്തെ ഇടത്തെ അറ്റത്ത് നിൽക്കുന്ന ആളുകൾ പോലും ഒരു ദിവസം ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് അറിയപ്പെടുന്ന ഒരാൾ തന്നെ എന്നോട് പറയാ, വീട്ടിൽ എന്റെ അമ്മയെ കണ്ടപ്പോ എന്റെ അമ്മ എന്നും ഒരു നേരിയതും മുണ്ടെടുത്തിട്ടാണ് നിൽക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ത്രീനെ കാണുമ്പോൾ ഭയങ്കര ഐശ്വര്യമാണ്. അപ്പൊ ഞാൻ കുറെ നേരം അത് കഴിയുമ്പോ ആലോചിച്ചു, എവിടെയാണ് ഇപ്പൊ ഇവരൊക്കെ നിൽക്കുന്നത് എന്നുള്ളൊരു ആശങ്ക എനിക്ക് അന്ന് ഉണ്ടായി. പക്ഷേ നമ്മൾ ഈ സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീ പക്ഷത്ത് നിൽക്കാതിരിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഇപ്പോ ആ പുരുഷ മേധാവിത്വത്തിന്റെ ഏറ്റവും വലിയ ആയുധം സ്ത്രീകൾ തന്നെയാണ്. 50% സ്ത്രീകളും ഇപ്പൊ കഴിഞ്ഞ തവണ ഒരു വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ആ ബസ്സിലെ ആത്മഹത്യ സംഭവം. അപ്പം ആ സംഭവം കഴിഞ്ഞപ്പോൾ എന്താ പറയാ, സമൂഹത്തിലെ സ്ത്രീകൾ മുഴുവൻ ഒരു ഭാഗത്ത് നിന്ന് സ്ത്രീ അതിജീവിത എന്ന് പറഞ്ഞൊരു പക്ഷമേ ഇല്ല, എല്ലാവരും രതിജീവിതകളാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പൊ ഈ സ്ത്രീകൾ തന്നെ ആണ് പലപ്പോഴും സ്ത്രീകൾക്കെതിരായി നിലകൊള്ളുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് ഒരു നിലപാട്, എന്താണ് അവരോട് പറയാനുള്ളത്? സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് എതിരെ പറയുന്നത് കാണുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ആ സ്ത്രീകളോട് ശരിക്കും പറഞ്ഞാല് ഭയങ്കര സഹതാപം തോന്നാറുണ്ട്. എനിക്ക് ആ സ്ത്രീകളോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നും തന്നെ ഇല്ല. കാരണം അവര് ചെയ്യുന്നത് പണ്ട് ബൈബിളിലെ വചനം പോലെയാണ്, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്. കാരണം പുരുഷ മനോ അതായത് ഈ ആൺ അധികാരത്തിന്മയുടെ നല്ല സ്ത്രീകളാവാൻ വേണ്ടിയുള്ള കഠിന മത്സരത്തിലാണ് സ്ത്രീകൾ, എല്ലാ സ്ത്രീകളും. അപ്പോ ആ മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴുള്ള ഈ പ്രശ്നം ഇതാണ്, അതായത് ഞാനാണ് ഏറ്റവും നല്ല അടിമ എന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം. എവിടെന്നാ കിട്ടേണ്ടത്? അത് ഈ പുരുഷ അധികാരത്തിന്മയിൽ നിന്നാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? സ്വവർഗത്തിനോട് സ്നേഹം പാടില്ല, സ്വവർഗത്തിനെ വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് അപരവർഗത്തിനെയാണ് സ്നേഹിക്കേണ്ടത്, അപരവർഗത്തിനെയാണ് വിശ്വസിക്കേണ്ടത്. അപ്പോ നമുക്ക് തോന്നും ബലാത്സംഗം ചെയ്ത ആളാണ് ശരി, ബലാത്സംഗം ചെയ്യപ്പെട്ട പെണ്ണ് അതിന് പാകത്തിനായിട്ടല്ലേ എന്ന് വിചാരിക്കാൻ ഈ ഒരു പ്രക്ഷാളനം സംഭവിച്ചു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവളുടെ ശരീരം അങ്ങനെ ആയതുകൊണ്ടല്ലേ എന്ന് വിചാരിക്കാൻ, കാരണം മോഡൽ ശരീരം മറ്റതാണല്ലോ. ആ ഒരു ബോധം ഉള്ളില് അരക്കിട്ടുറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസമായാലും നമ്മുടെ സംസ്കാരമായാലും നമ്മുടെ സാഹിത്യമായാലും കലയായാലും സിനിമയായാലും ചെയ്യുന്നത്. ഇപ്പോ ആർക്കാണ് വ്യക്തതയില്ലാത്തത്? ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആ ജഡ്ജിക്ക് മാത്രമേ വ്യക്തതയില്ലാത്തതുള്ളൂ, ബാക്കി എല്ലാവർക്കും അത് വ്യക്തമാണ്. പക്ഷെ എന്താ പറയുന്നേ? അയാള് കുറ്റം ചെയ്തതായിട്ട് തെളിയിക്കാൻ സാധിക്കില്ല, എത്ര തെളിവുണ്ടായാലും ശിക്ഷിക്കില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. എല്ലാ തെളിവുകളും നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ശിക്ഷിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശിക്ഷിക്കുന്നില്ല. നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ പൊതുബോധം അങ്ങനെയാണ്. അതായത് ഈ കാര്യങ്ങൾക്ക്, ചില കാര്യങ്ങൾക്ക് ശിക്ഷ വേണം എന്ന് നമ്മുടെ പൊതുബോധം തീരുമാനിക്കും. അതനുസരിച്ച് ആൾക്കാരെ നമ്മൾ തൂക്കിക്കൊല്ലുകയോ ജീവപര്യന്തം ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യും. ചില കാര്യങ്ങൾക്ക് ശിക്ഷ വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് നമ്മൾ ശിക്ഷിക്കുന്നില്ല. അതായത് ആക്രമിക്കപ്പെടുന്ന സ്ത്രീ അതൊരു വലിയ വിഷയമല്ല നമ്മുടെ നാട്ടില് പലർക്കും. ഒരിക്കലുമല്ല. ആക്രമിക്കപ്പെടുന്ന സ്ത്രീ, ഇറക്കിവിടപ്പെടുന്ന സ്ത്രീ, കൊലക്കത്തിക്ക് ഇരയാകുന്ന സ്ത്രീ ഒന്നും നമുക്ക്, ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീ ഒന്നും നമുക്ക് വിഷയമല്ല. നമുക്ക് വിഷയം ഇപ്പൊ ആ ബസ്സിലെ പ്രശ്നത്തില് എനിക്ക് സ്ത്രീ എന്നുള്ള നിലയിൽ നല്ല ഉറപ്പാണ് അയാള് ചെയ്തത്
മോശമാണ്. അയാൾ ചെയ്തത് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ അയാള് ഉരുമുക തന്നെയാണ് ചെയ്തത്. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എല്ലാവരും പറയുന്നത് ഞാൻ വെറുതെ പറയാണെന്നാണ്. എല്ലാവരും ഇപ്പൊ ഒരുപക്ഷെ എന്നോട് വളരെ സൗഹൃദം പുലർത്തിയിരുന്ന പല എഴുത്തുകാരികളും എന്നോടിപ്പോ സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, പറയുന്നില്ല. അതുപോലെ കുറെ ആളുകൾ എന്നോട് ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് എതിർക്കുന്നുണ്ട്. പക്ഷെ എനിക്കതിൽ സംശയമൊന്നുമില്ല. അയാൾ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടതാണ്. ഇതാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നൊക്കെയുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. അത് പോട്ടെ, ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചൊന്നും എത്രയോ മനുഷ്യർ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാല് ഒരു തെറ്റ് സ്ത്രീ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുമ്പോൾ പോലും എല്ലാ സ്ത്രീകളെയും ഒരുമിച്ച് ഒരു വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് പോലെയാണ് അനധികാര തിന്മ പ്രവർത്തിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോ ഇടുന്ന ഏത് സ്ത്രീ ആയാലും എല്ലാ സ്ത്രീകളും കള്ളത്തരം ചെയ്യുന്നവരാണ്, തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിലാണ് അനധികാര തിന്മ ഉത്സവം ആഘോഷിക്കുന്നത്. ആ ഉത്സവ ആഘോഷത്തിനെ സ്ത്രീകളെ വിശ്വസിക്കാതെ നിൽക്കുന്ന സ്ത്രീകളും പൊലിപ്പ് കൂട്ടുന്നു. നമുക്ക് എത്രയൊക്കെ ആയിട്ടും എത്രയെല്ലാം നമ്മള് പലയിടങ്ങളിൽ സംസാരിച്ചിട്ടും ഇപ്പൊ സിനിമ പോലുള്ള ഒരു വ്യവസ്ഥയിലോ അല്ലെങ്കിൽ സാഹിത്യം പോലുള്ള വ്യവസ്ഥയിലോ നമ്മൾ എത്ര നെയിം ആൻഡ് ഷെയിം ചെയ്തിട്ടും നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടുന്നത് വളരെ കുറവാണ്. അത് പൊതുസമൂഹത്തിന് മനസ്സിലായ കേസിലാവട്ടെ, ദിലീപിന്റെ കേസിൽ പൊതുസമൂഹത്തിന് മനസ്സിലായി എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പോലും അല്ലെങ്കിൽ ഇപ്പൊ ഈയിടെ ഉണ്ടായിട്ടുള്ള സിനിമ കളക്റ്റീവിന്റെ ഇഷ്യൂ ആവട്ടെ, പലരും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് പലരും തുറന്നു പറഞ്ഞതാവട്ടെ, ഇവിടെ ഒന്നും ആരും എന്തെല്ലാം ചെയ്തിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഇതിനൊക്കെ സാക്ഷിയായി മിണ്ടാതെ വീണ്ടും നമ്മളുടെ ലോകവുമായി സമരസപ്പെട്ട് പോവുകയാണ് അല്ലെ? വളരെ ഹെൽപ്ലെസ് ആയിട്ട് തോന്നുന്നില്ലേ? എനിക്ക് അതിന്റെ കൂടെ ഒരു ഇതും കൂടെ ചേർക്കാനുണ്ട്. ഇപ്പോ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രംഗത്ത് കോടതികൾ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ കോടതികൾക്ക് ഇപ്പോ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ അതിജീവിതയുടെ ഹൈക്കോടതിയിലെ കേസിന്റെ വിധി നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം പത്തനംതിട്ട ജില്ലാ കോടതിയിൽ ഇതിനെതിരെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തില് അവര് മുൻകൂർ ജാമ്യം കൊടുക്കാൻ സ്വീകരിക്കുന്ന നടപടി അവരുടെ ഒന്നാമത്തെ ഇത് കോൺസെൻസൽ ആയിരുന്നു. അതുകൊണ്ട് അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെ ഏകപക്ഷീയമായിട്ട് മുൻകൂർ ജാമ്യം കൊടുക്കുക എന്നുള്ളതായിരുന്നു. 2 ദിവസം മുമ്പാണ് സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റിനെ സുപ്രീം കോടതി പരസ്യമായിട്ട് ശാസിക്കുന്നത്. ഇതൊക്കെ ഈ ഒരു സബ്ജക്റ്റിന് മുകളിലാണ്, ഒരേ ഇതിലാണ്. അതിന്റെ ഒപ്പം ഇപ്പൊ നിയമത്തെ കോടതി കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അടുത്തതായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള നിയമങ്ങൾ റദ്ദ് ചെയ്യണം. അത് സ്ത്രീകളുടെക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് അത് അവര് പറയുന്നത് തെളിവാണ് എന്നുള്ള ഒരു ഇത് കൊടുക്കുന്നത് മാത്രമല്ല, ഈവൻ പോക്സോ കേസിൽ പോലും ആ കുട്ടി പറയുന്നത് കേൾക്കരുത്, ആണ് പറയുന്നത് ആണ് വാല്യൂ കൊടുക്കേണ്ടത്. ആണിന് എവിടെയെങ്കിലും അവന്റെ ശബ്ദം എന്താണ്, അവന്റെ മേധാവിത്വം ഏതെങ്കിലും നിയമം പ്രകാരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെതിരെ കേരളത്തിലെ സംഘടനകൾ തന്നെ ഉണ്ടാകുന്നു. ബസ്സിനകത്ത് വെച്ച് ലൈംഗിക പ്രദർശനം നടത്തിയിട്ടുള്ള ഒരാളെ ജയിലിൽ നിന്ന് വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്നു. ഇതൊന്നും ആഫ്രിക്കയിലൊന്നും അല്ല, ഇവിടെയാണ് നടക്കുന്നത്. ഇതും പുരോഗമനവും ഒക്കെ ആയിട്ട് നമ്മൾ പറയുന്നതിൽ കുറെ നാട്യങ്ങളില്ലേ എന്നുള്ളതാണ് എനിക്ക് അതിനോട് ചേർത്ത് വെക്കാനുള്ളത്. പുരോഗമനം, നമ്മൾ പറയുന്ന പുരോഗമനത്തില് ഒരുപാട് കള്ളത്തരങ്ങൾ ഉണ്ട്. കാരണം നമ്മള് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നൊക്കെ ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ശ്രീനാരായണ ഗുരു ഞങ്ങളുടെയാണ്. ശ്രീനാരായണീയർ എന്ന് 2 വാക്കുകൾ മാത്രമേ ഉള്ളൂ. 2 വാക്കുകൾ. 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 2
അവരെ വിളിക്കണം. ശ്രീനാരായണ ഗുരുവിന് ഏതെങ്കിലും ജാതി ഉണ്ടായിരുന്നോ? അദ്ദേഹം ജാതീയമായിട്ടാണോ, അതായത് ഈഴവ എന്ന് പറയുന്ന ജാതിയിൽ പെട്ടവരോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ശ്രീനാരായണ ഗുരു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അദ്ദേഹം അവരുടെ സ്വന്തമാണ് എന്ന് ചിലര് പറയും, വേറെയും ചിലര് അങ്ങനെയാണ് എന്ന് സമർത്ഥിക്കും. അപ്പോ പുരോഗമനം എന്ന് പറയുന്നതില് നമുക്ക് അതിനെ പുരോഗമനമായിട്ട് അംഗീകരിക്കണം എങ്കിൽ കുറഞ്ഞ പക്ഷം കേരളത്തില് അത് ഒരു ഉയർന്ന ജാതിക്കാരൻ പറയണം എന്നുണ്ട്. കേരളത്തിൽ മാത്രല്ല, ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെയാണ്. ഉയർന്ന ജാതിക്കാരൻ പുരോഗമനം പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ സമ്മതിക്കും. താഴ്ന്ന ജാതിക്കാര് താഴ്ന്നത് ഉയർന്നത് എന്നല്ല പറയണ്ടേ, ഉയർത്തപ്പെട്ട ജാതിക്കാരും താഴ്ത്തപ്പെട്ട ജാതിക്കാരുമാണ്. താഴ്ത്തപ്പെട്ട ജാതിക്കാര് എന്തു പറഞ്ഞാലും കേരളം എന്നല്ല ഇന്ത്യയും സമ്മതിക്കില്ല. ആർക്കും ആ കാര്യത്തില് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. ഉയർത്തപ്പെട്ട ജാതിക്കാർ പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും സമ്മതമാവുകയുള്ളൂ. അങ്ങനെ ജാതീയത ഇപ്പോഴും കൊടികുത്തി വാഴുന്ന ഒരു സ്ഥലം തന്നെയാണ് കേരളം. അത് രണ്ട് ജാതിയിൽപ്പെട്ട മനുഷ്യര് ആണ് എൻ്റെ അമ്മയും അച്ഛനും. അതുകൊണ്ട് ആരുമില്ലാതെ വളർന്ന 3 പെൺകുട്ടികളാണ് ഞങ്ങള്. അപ്പൊ ജാതീയതയുടെ കൊമ്പുകുത്തൽ എത്രയാണ് എന്നുള്ളത് ജീവിതം കൊണ്ട് പഠിച്ച ആളാണ് ഞാൻ. ജാതീയത പോലെ കേരളത്തിനെ നശിപ്പിക്കുന്ന, കേരളത്തിനെ മാത്രല്ല ഇന്ത്യയെ നശിപ്പിക്കുന്ന, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ 2 പുഴുക്കുത്തുകൾ, ഒന്ന് ജാതീയതയും, 2 ഇന്ത്യൻ സംസ്കാരത്തിന്റെ അടിയുറച്ച സ്ത്രീ വിരുദ്ധതയുമാണ്. അതുകൊണ്ടാണ് എല്ലാവരും പറയാറുണ്ട് ഇന്ത്യ വേറൊരു രാജ്യത്തിനെ ആക്രമിച്ചിട്ടില്ല, ഇന്ത്യ എപ്പോഴും എന്താണ് സമാധാനത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യക്ക് എങ്ങനെ ആക്രമിക്കാൻ കഴിയുക വേറൊരു രാജ്യത്തിന്? ഇവിടെ ദളിതൻ തൊട്ടത് ബ്രാഹ്മണൻ തൊടൂല, വൈശ്യൻ തൊടൂല. അപ്പോ കുറച്ചു ബ്രാഹ്മണരും കുറച്ചു വൈശ്യരും കുറച്ച് ക്ഷത്രിയരും കൂടി ഇവിടെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? എവിടെ പോയി യുദ്ധം ചെയ്യും ഇവര്? അപ്പോ യുദ്ധം ചെയ്യാൻ സാധിക്കാത്തത് അവരുടെ എന്താ പറയണ സന്മനസ്സുകൊണ്ടോ സമാധാനത്തിലുള്ള വിശ്വാസം കൊണ്ടോ ഒന്നുമല്ല, ജാതീയത കൊണ്ട്, പരസ്പരമുള്ള വേർതിരിവുകൾ കൊണ്ട് യുദ്ധം ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് യുദ്ധം ചെയ്തില്ല, അത്രേ ഉള്ളൂ. സ്ത്രീ ദേവിയാണ്, അമ്മയാണ്, സ്ത്രീയുടെ ദേവതാ സങ്കല്പം. ദേവതയാക്കി കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ദേവതകൾ സംസാരിക്കാറുണ്ടോ? അപ്പോ സ്ത്രീ വിരുദ്ധതയും ജാതീയതയുമാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പുഴുക്കുത്തുകൾ. സുനിൽ കുമാർ ചോദിച്ച ചോദ്യമാണ്, all wars were and are used to torment women. Terrorist attack also. Can you touch upon this sensitive area? അദ്ദേഹം തന്നെ ചോദിച്ചാണ്. 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ, lakhs of women were systematically attacked. അപ്പം യുദ്ധം എങ്ങനെയാണ് സ്ത്രീകൾക്ക് എതിരായിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ ആണോ യുദ്ധം ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ. യുദ്ധം എപ്പോഴും സ്ത്രീകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ജയിച്ച രാജ്യത്തിന് ജയിച്ച രാജ്യത്തിന്റെ പട്ടാളക്കാർക്ക് ആഘോഷിക്കാനുള്ളതാണ് തോറ്റ രാജ്യത്തിന്റെ പെണ്ണുങ്ങൾ എന്നാണ് പരിഷ്കൃതമായിട്ടും എന്തൊക്കെയോ ആയിട്ടും 21ാം നൂറ്റാണ്ടിലായിട്ടും ബഹിരാകാശ വാഹനം അല്ല, ബഹിരാകാശ നിലയം അതൊക്കെ ഉണ്ടായിട്ടും ഒക്കെയും നമ്മുടെ ലോകത്തിൽ പുലർന്നു വരുന്ന നിയമം ഇപ്പോ അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ആഫ്രിക്കൻ ഡോക്ടറെ കുറിച്ച് വായിച്ചിരുന്നു. അദ്ദേഹം 10,000-കണക്കിന് സ്ത്രീകളുടെ യോനിയില് ശസ്ത്രക്രിയകൾ നടത്തി
അതിൻ്റെ ആകൃതിയും അതിൻ്റെ തകർച്ചയും വീണ്ടെടുത്തു. കാരണം എല്ലാ സ്ത്രീകളും യുദ്ധത്തില് ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളായിരുന്നു. അവരുടെ യോനി തകർന്നു പോയിരുന്നു. അപ്പോ 10,000-കണക്കിന് സ്ത്രീകളെ അദ്ദേഹം അങ്ങനെ രക്ഷപ്പെടുത്തി. സ്ത്രീകളുടെ എന്താണ് വജൈനൽ ഡോക്ടർ എന്നോ അങ്ങനെ എന്തോ അദ്ദേഹത്തിന് പേര് കിട്ടിയിട്ടുണ്ട്. ഒരു ആഫ്രിക്കക്കാരൻ ഒരു ഡോക്ടറാണ്. എനിക്കിപ്പോ അദ്ദേഹത്തിന്റെ പേര് പറയാൻ കിട്ടുന്നില്ല. അപ്പോ യുദ്ധം സ്ത്രീ ശരീരത്തിനോടാണോ? അതെ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വർഗീയ ലഹള ഉണ്ടായാൽ ആദ്യം നടക്കുന്നത് സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക എന്നുള്ളതാണ്. കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളിപ്പോ സ്ത്രീ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ പറയാനുള്ള ഒരു കാര്യമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് തങ്കമണി ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. തങ്കമണി ഇൻസിഡന്റ് പോലീസുകാര് രാത്രി വീട് ആക്രമിച്ചപ്പോൾ നമ്മുടെ അനധികാര സങ്കല്പമാണ് പുരുഷൻ സ്ത്രീയെ രക്ഷിക്കും എന്നുള്ളത്. അപ്പോ പോലീസുകാര് രാത്രി വീട് ആക്രമിച്ചപ്പോ ആണുങ്ങളെല്ലാവരും അടിപേടിച്ച് കാട്ടിനുള്ളിലേക്ക് ഒളിച്ചു. പോലീസുകാര് സ്ത്രീകളെ അതിഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു. സ്ത്രീകളെ അറ്റാക്ക് ചെയ്യാൻ ഈ ഒരു വഴിയാണല്ലോ ആകെ ഉള്ളത്. ഇതാണല്ലോ ആയുധം. അപ്പൊ കേരളത്തിൽ നടക്കുകയില്ലേ? നടക്കും. എവിടെ വർഗീയ ലഹള ഉണ്ടായാലും എവിടെ പോലീസ് അതിക്രമം ഉണ്ടായാലും സ്ത്രീ ശരീരത്തിന്റെ പുറത്താണ് അതൊക്കെ തീരുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്കാരം എന്ന് പറയുന്നതിനെ തന്നെയാണ് ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഇപ്പോ എന്താ പറയാ, ചെറിയ കുട്ടികളെ പോലും നമ്മള് ഇപ്പൊ വെറുതെ വിടുന്നില്ല. ഇപ്പൊ ഒന്നല്ല, അതും പണ്ട് തന്നെ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളോടുള്ള ഉപദ്രവമൊന്നും ഇപ്പൊ ഉണ്ടായ കാര്യമൊന്നുമല്ല. അതൊക്കെ പണ്ടേ തന്നെ നിലവിലുണ്ടായിരുന്നു. അത് അനുഭവിച്ചിട്ടുള്ളവര് അതിനെക്കുറിച്ച് പറയും. എത്ര പ്രായം കഴിഞ്ഞാലും ഈ സ്ത്രീ പീഡനം സംഭവിക്കുമ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ ജീവിതത്തില് എന്നേക്കുമായിട്ടൊരു ട്രോമ ഡെവലപ്പ് ചെയ്യാണ്. അതിൽ നിന്ന് അവൾക്ക് മോചനം ഉണ്ടാവുകയില്ല. കാരണം ജീവിതത്തില് ഏതെങ്കിലും ഒരു എന്തെങ്കിലും പനി വരുമ്പോ അതും അല്ലെങ്കിൽ അവൾ അതിനെ എത്ര മറക്കാൻ ശ്രമിച്ചാലും അത് ഇങ്ങനെ തലച്ചോറില് ഒരു പഴുപ്പിച്ച ഇരുമ്പ് കൊണ്ട് എഴുതുന്നത് പോലെയാണ്. ആ പൊള്ളൽ ഒരു കാലത്തും മാറുകയില്ല. അപ്പൊ സ്ത്രീകളോട് ആ രീതിയിലാണോ നമ്മുടെ യുദ്ധങ്ങൾ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയാണ്. വർഗീയ ലഹളകൾ അങ്ങനെയാണ് നടക്കുന്നത്. പോലീസ് അതിക്രമങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത്. മണിപ്പൂരില് ഇന്ത്യൻ ആർമി റേപ്പസ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകള് നഗ്നരായി അവിടെ അവിടെ ആർമി എന്താണ് പട്ടാളക്കാരുടെ ബാരക്കിന് മുമ്പില് സ്ത്രീകള് നിന്നു. അതിന് കാരണം എന്താണ്? അത് തന്നെയാണ്. മണിപ്പൂരിലുള്ള ഓരോ പെണ്ണിനെയും തെരഞ്ഞു പിടിച്ച് ഇന്ത്യൻ ആർമി റേപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ആർമിക്ക് അത് ഇല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഭരണകൂടം എന്ന് പറഞ്ഞാൽ അത്തരം ഭരണകൂടങ്ങളും അത്തരം ചൂഷണ സംവിധാനങ്ങളും എല്ലാം തന്നെ ഈ ടോക്സിക് മാസ്കുലിനിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിൻ്റെ കൊടിയടയാളമായിട്ട് വരുന്നതാണ് ഈ ബലാത്സംഗം എന്ന് പറയുന്ന കാര്യം. നമ്മുടെ ഹിന്ദുത്വ ബ്രിഗേഡ് വളരെ ഗംഭീരമായ ഒരു കാര്യമായിട്ട് പറയുന്നതാണ് ബലാത്സംഗം എന്ന് പറയുന്നത്. അത് സവർക്കർ തന്നെ എഴുതിയിട്ടുണ്ട്.
സ്ത്രീകളെ ബലാത്സംഗം ചെയ്യേണ്ടതാണ് എന്ന്. അപ്പൊ പിന്നെ നമുക്ക് ആരോടൊന്നും പറയാനില്ല. അവരുടെ ആചാര്യൻ തന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ അണികൾക്ക് അതിന് എന്തോ പറഞ്ഞ മാതിരിയാണല്ലോ. ആശാൻ ഒരു അക്ഷരം പിഴച്ചാൽ എന്ന് പറഞ്ഞത് മാതിരി. അപ്പോ അത്തരത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ആണധികാര തിന്മകൾ നിലനിൽക്കുന്നു. ഒരു സ്ത്രീക്കും ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കില്ല. കാരണം അവൾ എപ്പോ വേണമെങ്കിലും ആ ഒരു അവസ്ഥയിൽ ചെന്ന് വീഴാം. അതുകൊണ്ട് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്റെ ഭാഗ്യം എന്ന് പറയാം എന്നേ ഉള്ളൂ. അപ്പം ഒരു അവസരം കിട്ടുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ഒരു അധികാര പ്രയോഗം നടത്താൻ ഒരു സ്ത്രീ ശരീരം കിട്ടുന്ന മുറയ്ക്ക് ഇവിടെ എന്തെല്ലാം തരത്തിൽ ആ അധികാരം പ്രയോഗിക്കപ്പെടുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. നമുക്ക് ഒരു അവസരം കിട്ടാത്ത പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാല് എന്ത് അക്രമവും ഇവിടെ നടക്കും സ്ത്രീ ശരീരത്തിന്റെ പുറത്ത്. അതില് നമ്മളിപ്പം കണ്ടതാണ്. അവിടെ ആസാമില് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ആലോചിച്ചാൽ തന്നെ നമ്മുടെ കൈയും കാലും വിറയ്ക്കും. പരമാധികാരം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒന്ന് പറയാ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മുകളിൽ അതായത് മറുപുറത്തിരിക്കുന്ന പുരുഷൻ അടിപ്പെട്ട് അല്ലെങ്കിൽ കൂടെ കൊണ്ട് നടക്കുന്ന സ്ത്രീയെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ലൈംഗികമായി ആധിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പരമാധികാരം ലഭിച്ചതിന് തുല്യമായിട്ട് ഇന്നും നമ്മൾ കണക്കാക്കുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ വളരെ വേദന തോന്നുന്നുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ സാലിം ഇബ്രാഹിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കാത്തത് ആൺ അധികാരവുമായി ബന്ധപ്പെട്ട ഭയമായി കാണാൻ സാധിക്കുമോ? ആണധികാരവുമായി ബന്ധപ്പെട്ട ഭയം മാത്രം ആയിരിക്കില്ല. നമ്മൾ പൊതുവെ പെൺകുട്ടികൾക്ക് വിവാഹവും ആൺകുട്ടികൾക്ക് ജോലിയും എന്നാണ് നമ്മുടെ കാലം ഇത്ര കാലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ജോലിക്ക് പോകണം എന്ന് പറയുമായിരുന്നു. എൻ്റെ അമ്മ തന്നെ ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പൊ ജോലിക്ക് പോകണം എന്ന് പറയുമായിരുന്നു. പക്ഷെ എന്നാലും കല്യാണം എന്ന് പറയുന്നതിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കുകയും കല്യാണം കഴിപ്പിക്കണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പോ പെൺകുട്ടികള് ജോലിക്ക് പോവുകയും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുകയും നമ്മുടെ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി ഞാനൊക്കെ എന്റെയൊക്കെ പഠനകാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോ സ്ത്രീകൾ കൂടുതൽ പുറത്തേക്ക് പോവുകയും ലോകം കാണാനുള്ള ഒരു താല്പര്യം വളർത്തിയെടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. അതായത് നേരത്തെയൊക്കെ കല്യാണം കഴിച്ചാലേ ഡൽഹിക്ക് പോവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചാലേ എന്താണ് പട്ടുസാരി ഉടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള കഥ പറയലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ അങ്ങനെയൊന്നുമല്ല. ഇപ്പോ പെൺകുട്ടികൾക്ക് എവിടെ പോകാനും എന്ത് വസ്ത്രം ധരിക്കാനും അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകാനും ഒന്നും തന്നെ ഈ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. കല്യാണം എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് നെസസിറ്റി ആണ് എന്നുള്ള ഒരു ബോധത്തിൽ നിന്ന് പെൺകുട്ടികൾ ഉണർന്നു. അവരുടെ സ്വന്തം കാലിൽ നിൽക്കലാണ്, അവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കലാണ്, അവർക്ക് സ്വന്തമായിട്ട് മേൽവിലാസം ഉണ്ടാക്കലാണ് പ്രധാനം എന്നുള്ള കാര്യത്തിലേക്ക് പെൺകുട്ടികൾ വളരുന്നു. അതുകൊണ്ടാണ് അവര് ആണധികാരത്തെ നിരാകരിക്കാൻ തയ്യാറാകുന്നത്. ആണധികാര തിന്മ നമ്മളുടെ ചെലവിൽ വളർത്തണ്ട എന്ന് തീരുമാനിക്കുന്ന ഓരോ പെൺകുട്ടിയോടും എനിക്ക് അപാരമായ ആദരവാണുള്ളത്. സ്ത്രീകളുടെ തൊഴിൽ പ്രാതിനിധ്യത്തിൽ, സ്ത്രീകളുടെ യാത്രാ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലൊക്കെ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നാക്കം നിൽക്കുന്നതിൽ കേരളത്തിന് പുറത്ത് ജീവിച്ചിരുന്ന ആളെന്ന നിലയ്ക്ക് എന്തെങ്കിലും നിരീക്ഷണങ്ങളുണ്ടോ?
പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചേച്ചി ഓൾറെഡി പരാമർശിച്ചതാണ്. നിയമം ഇന്ന് സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് പറയാമോ? ഇനി എന്തെങ്കിലും നിയമപരമായ മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഇതിനൊരു വിശദമായിട്ടുള്ള ഒരു ചർച്ച നടന്നതാണ്. എങ്കിലും ഇത് രണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തില് യാത്രാ സൗകര്യങ്ങൾ പോരാ എന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിൽ ഇപ്പോഴും ഈ ബസ്സിലൊക്കെയുള്ള പ്രശ്നങ്ങള്, ട്രെയിനിലൊക്കെയുള്ള പ്രശ്നങ്ങള് അതൊക്കെ വളരെ രൂക്ഷം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തില് ഇപ്പൊ സ്ത്രീകള് ഒരുപാട് പേര് കേരളത്തിന് പുറത്ത് ജീവിക്കുമ്പോ നമ്മള് പെൺകുട്ടികൾ ഇഷ്ടം പോലെ ടൂ വീലർ ഓടിക്കുന്നതൊക്കെ കാണുമെങ്കിലും കേരളത്തില് പെൺകുട്ടികൾ ടൂ വീലർ ഓടിക്കുന്നതിൽ ഇപ്പോഴും എണ്ണത്തിൽ വളരെ കുറവ് തന്നെയാണ്. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോഴും പുരുഷന്റെ കുത്തകയായിട്ട് തന്നെ തുടരുകയാണ്. അത് സ്ത്രീകൾ അതിനുള്ള കഴിവ് നേടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോ സ്ത്രീകൾക്ക് സ്വന്തം മൊബിലിറ്റിക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരാത്തൊരവസ്ഥ ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ സമയം, അതിന്റെ ഫ്രീക്വൻസി ഒക്കെ വർദ്ധിപ്പിക്കുന്നതും, അതുപോലെ അതിനകത്ത്, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിനുള്ളിൽ സ്ത്രീകൾക്ക് പീഡനം അനുഭവിക്കേണ്ടാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാക്കേണ്ടതും ഒക്കെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നന്നാവുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതീ പറഞ്ഞതുപോലെ ആണധികാര തിന്മ നമ്മുടെ ഭരണത്തിൽ നിന്നും, നമ്മുടെ ആണധികാര തിന്മ എന്ന് പറയുന്ന ആ തിന്മയുടെ രാഷ്ട്രീയം, അത് ഏത് പാർട്ടി ഭരിക്കുകയാണെങ്കിലും ആ തിന്മയുടെ രാഷ്ട്രീയം പൊഴിച്ചു കളഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ളൊരു മാറ്റം സംഭവിക്കുകയും ആ മാറ്റത്തിനനുസരിച്ച് സ്ത്രീ ജീവിതം മെച്ചപ്പെടുകയും ചെയ്യുള്ളൂ. അത് പിന്നെ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയാവുന്നതാണ്. കാരണം ഈ സമൂഹം ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്കുകൾ, താഴോട്ട് നോക്കി നടക്കണം, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാല് തലകുനിച്ചു നിന്ന് സഹിക്കണം എന്നൊക്കെയുള്ള മട്ടിലുള്ള ഉപദേശങ്ങൾക്ക് പകരം സ്ത്രീകൾ പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആ പ്രശ്നം ഉണ്ടായ സ്ത്രീക്കൊപ്പം നിൽക്കാനുള്ള മനസ്സ് സ്ത്രീകൾ വളർത്തി എടുക്കേണ്ടതാണ്. അത് വളർത്തിയെടുക്കാനായിട്ട് എനിക്ക് തോന്നുന്ന 1-ാം ക്ലാസ് മുതൽ നമ്മളത് പറയേണ്ടതായിട്ട് വരും. സ്വർഗസ്നേഹത്തിനെ കുറിച്ചും വിശ്വാസത്തിനെ കുറിച്ചും. സ്ത്രീകൾ ഒരുമിച്ച് നിന്ന് വേറൊരു സ്ത്രീയുടെ വേദന കാണുകയും അറിയുകയും അതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാലത്ത് അണധികാര തിന്മയുടെ വ്യാപ്തി കുറഞ്ഞു വരും. പക്ഷെ അത് എന്ന് സംഭവിക്കും എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇത് അനേക ലക്ഷം വർഷങ്ങളായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഈ തലച്ചോറിൽ എൻഗ്രേവ് ചെയ്യപ്പെട്ടത് എപ്പോൾ മാറും എന്ന് നമുക്ക് അങ്ങനെ പ്രവചിക്കാൻ കഴിയുകയില്ല. പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ 200 വർഷം കൊണ്ട് ലോകത്തില് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോ 200 വർഷം കൊണ്ട് ഈ തലച്ചോറിലെ എൻഗ്രേവ് ചെയ്ത കാര്യങ്ങൾ മാഞ്ഞു പോയെങ്കിലോ, അല്ലെങ്കിൽ അതിന് മാത്രമുള്ള മാറ്റം ഒരുപക്ഷെ നമ്മുടെ പെൺകുട്ടികൾ വളർന്നു വരുമ്പോ ഉണ്ടാക്കിയെടുത്താലോ. അങ്ങനെയൊക്കെ ശുഭപ്രതീക്ഷയില്ലാതെ ഒരു സമരവും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. തോൽക്കും എന്ന് വിചാരിച്ചിട്ട് സമരം ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ജയിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി, അണധികാര തിന്മയ്ക്ക് അവസാനമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മാത്രമേ നമുക്ക് സമരം ചെയ്യാനും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ.
പിന്നെ നിയമത്തിന്റെ കാര്യം. നിയമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ. ഒന്നാമത് DV നിയമം, ഡൊമസ്റ്റിക് വയലൻസ് നിയമം, അത് വന്ന സമയത്തെ വെള്ളം ചേർക്കലില്ലാത്ത ആ ഒരു നിയമമായിട്ട് തന്നെ അത് പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്ന സ്ത്രീകൾക്ക് താമസിക്കാനും കുട്ടികൾ സഹിതം താമസിക്കാനുള്ള സൗകര്യം ഞാൻ പറയുകയാണെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ തന്നെ നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രമാത്രം സ്ത്രീകള് വീട് വിട്ടിറങ്ങേണ്ട പരിതസ്ഥിതിയിൽ അണധികാരത്തിന്മയുടെ മുഷ്ടിക്കുള്ളിൽ ഞെരിഞ്ഞമരുന്നുണ്ട്. അപ്പോ അങ്ങനെ അവർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും വേണമെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട് കേസ് നടത്താനും ഉള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. അതുപോലെ വിവാഹമോചനം പോലെയുള്ള കേസുകളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഇപ്പോ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്താൽ പെട്ടെന്ന് തീരും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളിലൊക്കെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലുള്ള വെറും സാങ്കേതികമായ കാര്യങ്ങളിൽ മാത്രം ചുറ്റിയിട്ട് എത്ര കാലം വേണമെങ്കിലും ഒരു കേസ് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു നിയമവ്യവസ്ഥയും അതുപോലെയുള്ള ഒരു കോടതിയും ആണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. അതായത് ഇപ്പോ ഡൊമസ്റ്റിക് വയലൻസിന്റെ കേസിൽ തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫീസർ ഉള്ള നിയമമാണത്. അപ്പൊ നമ്മള് പ്രൊട്ടക്ഷൻ വാങ്ങാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാല് അവരാദ്യം നമ്മളോട് പറയുന്നത് ഒത്തുപൊക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോ ഒരു നിവർത്തിയില്ലാത്തത് കൊണ്ടായിരിക്കും സ്ത്രീകൾ കേസിന് പോയിട്ടുണ്ടാവുക. അപ്പൊ അവര് പറയും, ഈ നോട്ടീസ് ഞങ്ങള് അവിടെ കൊണ്ട് സെർവ് ചെയ്യണമെങ്കിൽ ഇന്ന പൈസ വേണം. അപ്പോ നമ്മൾ അവർക്ക് കാശ് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് അവര് ആ നോട്ടീസും കൊണ്ട് അവിടെ സെർവ് ചെയ്യാൻ പോകുമ്പോ അവര് പുരുഷനോട് പറയുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് നോട്ടീസ് വന്നിട്ടുണ്ട്, ഞാനിത് നിങ്ങളിവിടെ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകാം. തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഇത്ര പൈസ തരണം. അപ്പൊ അയാള് പൈസ കൊടുത്തിട്ട് ആ നോട്ടീസ് അയാൾ ഫോട്ടോ കോപ്പി എടുത്ത് കയ്യിൽ വെക്കും. അപ്പോ നോട്ടീസ് മടങ്ങും. നോട്ടീസ് മടങ്ങുമ്പോ മജിസ്ട്രേറ്റിന് കൃത്യമായിട്ട് അറിയാം ഇത് വെറും കള്ളപ്പരിപാടിയാണ്. പക്ഷെ അടുത്ത മാസത്തേക്ക് ഡേറ്റ് പോസ്റ്റ് ചെയ്യുകയും വീണ്ടും ഈ നോട്ടീസ് നാടകം നടത്തുകയും ആണ് ചെയ്യുക. അല്ലാതെ അയാളെ ഈ നോട്ടീസ് വാങ്ങിക്കുകയും, ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ പോലീസ് കൂടെ പോയിട്ട് അയാളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ഇവിടെയൊന്നും അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പൊ എത്ര കാലം വേണമെങ്കിലും അയാൾക്ക്, 1 വർഷമൊക്കെ അയാൾക്ക് ഈ നോട്ടീസ് ഒഴിവാക്കാൻ തന്നെ സാധിക്കും. ചുരുക്കത്തില് സ്ത്രീ അനുകൂലമാണ് എന്ന് പറയുന്ന മിക്കവാറും നിയമങ്ങൾ അതിന്റെ അവസാന ലാപ്പിലെത്തുമ്പോൾ സ്ത്രീ വിരുദ്ധമായി തീരും. അങ്ങനെയാണ് നമ്മുടെ നിയമ സംവിധാനം ഉള്ളത്. അതില് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായേ തീരും. Just one comment. Working in the field of forensics and having been involved in resolution of cases related to sexual offenders for the past 3 decades, these offenders are not linked to one caste, creed, race, or religion or political alignment. They exist across the spectrum. This is a crime and it's universal. Change will come with continuous education, social reform, and strict punishments after quick resolution of crime. Toxic masculinity exists from slums to rich households. ചെറിയ സ്ലംസില് ഈ മുംബൈയിലുള്ള സ്ലംസ് ഉണ്ടല്ലോ, ആ സ്ലംസ് പോലും ടോക്സിക് മാസ്കുലിനിറ്റി നടക്കുന്നുണ്ട്. അല്ലാതെ വലിയ കാശുകാരുടെ വീട്ടിലും പാലസ് ഓരോ ഉള്ള ആൾക്കാർ നടക്കുന്നുണ്ട്. സോ ദിസ് ഇസ് അക്രോസ്. അതൊരു മെയിൽ ടെൻഡൻസി ആണ്, ഒരു ജനറ്റിക് ഫാക്ടർ കൂടിയാണ്. സോ നമ്മൾ പല കാര്യങ്ങൾ നോക്കുന്നുണ്ട്. നമ്മൾ റിഫോമും എഡ്യൂക്കേഷൻ വഴി മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എന്റെ കമന്റ്. അതെ, അതിൽ സംശയമൊന്നുമില്ല. ടോക്സിക് ഫെമിനിസം എന്നുള്ള ഒരു സാധനമുണ്ടോ?
ടോക്സിക് ഫെമിനിസം ഉണ്ട്. ടോക്സിക് ഫെമിനിസം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ടോക്സിസിറ്റി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ ഒരു പേരിൽ അത് അറിയപ്പെടുന്നില്ലെങ്കിലും ടോക്സിക് ഫെമിനിസത്തില് സാധാരണ സംഭവിക്കുന്നത് ഇരയുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരനൊപ്പം നടക്കുക എന്നുള്ളതാണ്. അപ്പോ ഇരയുടെ എല്ലാ തെളിവുകളും നമുക്ക് വേട്ടക്കാരന് കൈമാറാൻ സാധിക്കും. അങ്ങനെ അത് ഇരയെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും ആത്മഹത്യാപരമാകും. അപ്പോ കോടതിയില് എങ്ങനെ തെളിയിക്കാൻ ശ്രമിച്ചാലും ഇരയ്ക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ ഫെമിനിസ്റ്റുകളായി നടിക്കുകയും ഇരയുടെ കൂടെ നിൽക്കുകയാണെന്ന വ്യാജേന വേട്ടക്കാരനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരുപാട് തരം ഫെമിനിസ്റ്റുകളും ഫെമിനിസങ്ങളും ലോകം മുഴുവനും ഉണ്ട്. അത് പുരുഷനെ ഉപദ്രവിക്കാൻ വേണ്ടി ഫെമിനിസം ഉപയോഗിക്കുന്നുണ്ടോ എന്ന തരത്തിലാണ്. പുരുഷനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഫെമിനിസം ഉപയോഗിക്കുന്നു എന്നുള്ളത് നിർഭാഗ്യവശാൽ ഒരു സിനിമ സൃഷ്ടിയാണ്. ഫെമിനിസം എന്ന് പറയുന്ന സംഭവം ഒരിക്കലും പുരുഷനെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല. അത് എല്ലാ തരം ചൂഷണങ്ങൾക്കും എതിരാണ്. ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകളുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഫെമിനിസത്തിന്റെ കോർ. അതിനു പകരം അത് ഉപദ്രവിക്കുന്നു എന്ന് തോന്നുന്ന ഒരു നിലപാട് വരികയാണ് എന്നുണ്ടെങ്കിൽ അതില് മനസ്സിലാക്കാൻ ഇത്രയുമേ ഉള്ളൂ. ആ ഉപദ്രവിക്കപ്പെടുന്ന ആൾ ആരെയോ ചൂഷണം ചെയ്യുന്നുണ്ട്. ഫെമിനിസം എന്ന തിയറി, ഫെമിനിസം എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അത് എല്ലാത്തരം ചൂഷണങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു നിലപാടാണ്. അത് ആരെയും ഉപദ്രവിക്കുകയില്ല. അങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ ഫെമിനിസം എന്നല്ല വിളിക്കുന്നത്. അതെ, അതിന്റെ പേര് ഫെമിനിസമേ അല്ലല്ലോ. ഉപദ്രവിക്കാൻ വേണ്ടി ഫെമിനിസം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഫെമിനിസത്തിന്റെ തിയറി അറിയുന്ന ഒരാൾക്കും അതങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല. അല്ല, ഫെമിനിസ്റ്റുകൾക്കൊന്നും ആണുങ്ങളെ ഇഷ്ടമല്ല എന്നുള്ള ഒരു ബോധ്യം എങ്ങനെയോ പൊതുസമൂഹത്തിലുണ്ട്. അത് നമ്മുടെ സിനിമ, സാഹിത്യം ഒക്കെ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ചില അബദ്ധ വൃത്തികെട്ട ധാരണകളാണ്. അതായത് സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട് നടക്കുന്നു, കക്ഷം കാണിക്കുന്നു, അതൊക്കെ പറയുന്ന അതേപോലെ എന്തുകൊണ്ട് പറയുന്നില്ല സ്ത്രീകളുടെ ജനനേന്ദ്രിയം തകർക്കപ്പെടുന്നതിനെ കുറിച്ച്? ഞാനിപ്പൊ പറഞ്ഞല്ലോ, ആഫ്രിക്കയിലെ ആ ഡോക്ടർ എത്രയോ പേരുടെ വജൈന റീക്രിയേറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോ അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്ന ലോകത്ത് കക്ഷം കാണിച്ച് നടക്കുന്നതാണ് ഫെമിനിസ്റ്റിന്റെ ലക്ഷണം എന്ന് പറയുന്ന നമ്മുടെ സിനിമകള് വളരെ നിലവാരം കുറഞ്ഞതാണ്, അങ്ങനെ എഴുതുന്ന സാഹിത്യം വളരെ നിലവാരം കുറഞ്ഞതാണ് എന്ന് തുറന്നു പറയാൻ നമ്മൾ ആരെയാണ് പേടിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ, അതായത് എഡ്യൂക്കേഷനും റിഫോംസും കൊണ്ട് മാത്രമേ ഇതിൽ മാറ്റം വരികയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഇക്കാര്യത്തിലും പറയാനുള്ളത്. സ്ത്രീത്വം എന്ന നന്മയെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടത്. അപ്പൊ സ്ത്രീത്വം എന്നത് സ്ത്രീത്വം എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഈ ക്വസ്റ്റ്യൻ കേട്ടത്. എന്താണെന്ന് വെച്ചാല് ഞാൻ എപ്പോഴും ആലോചിക്കും സ്ത്രീത്വം എന്ന് പറയുന്നത് എന്താണ്. അതായത് നമ്മളെ കുട്ടികളെ ഉപേക്ഷിക്കാതിരിക്കുക, കരയുക, ചെറിയ കാര്യം വളരെ നേരത്തെ വളരെ മാനുഷിക പരിഗണനകൾ കൊടുക്കുക, അതായത് നമുക്ക് ഒരു നന്മ കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെയാണല്ലോ സ്ത്രീത്വം എന്ന് പറയുന്നത്. ഒരാളുടെ വേദന കാണുമ്പോൾ ഒരാൾ കരയുന്നത് സ്ത്രീയാണ്. അപ്പൊ സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ അത്രയും നന്മയുള്ള ഒരു സ്ഥാനമാണ്, മനുഷ്യത്വത്തോട് വളരെ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ നന്മയെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതെന്നാണ് അവസാനത്തെ ഒരു ചോദ്യം, ഒരു കമന്റ്. ആ നന്മയെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കണം. മോഡൽ
ശരീരം പുരുഷന്റെ ആണെന്നുള്ള സങ്കല്പമുണ്ടല്ലോ, ആ സങ്കല്പത്തിനു പകരം നമ്മൾ പറയേണ്ട സങ്കല്പം മോഡൽ ശരീരം സ്ത്രീയുടെയാണ് എന്നുള്ളതാണ്. അതിലാണ് അതിൻ്റെ പേലവത്വവും അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തിന്റെ പോലെ ആണ് ആവേണ്ടത് എന്നാണ് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയേണ്ടതും നമ്മുടെ സാഹിത്യത്തിൽ എഴുതേണ്ടതും. അല്ലാതെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വെമ്പുന്ന ഒരു സംഭവം ആയി മാറാനല്ല നമ്മൾ ആരെയും പ്രേരിപ്പിക്കേണ്ടത്. അപ്പൊ എല്ലാ പുരുഷന്മാരും ആക്രമിക്കുന്നവരാണോ? ഒരിക്കലുമല്ല. എല്ലാ പുരുഷന്മാരും ദ്രോഹിക്കുന്നവരാണോ? ഒരിക്കലും അല്ല. അത് പുരുഷൻ ദ്രോഹിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അത് ആ അധികാരത്തിന്മയാണ്. അധികാരത്തിന്മ പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ ദ്രോഹിക്കും. സ്ത്രീയെ സംബന്ധിച്ച് അത് സമൂഹം കൂടി ഏർപ്പെടുത്തിയിട്ടുള്ള അതിൻ്റെ വിലങ്ങുകൾ കൂടി ചുറ്റിക്കൊണ്ടുള്ള ഉപദ്രവമാകുന്നത് കൊണ്ട് അത് വളരെ തീക്ഷണമായി അനുഭവപ്പെടും. അപ്പോ നമ്മൾ ആ ഒരു ആണധികാരത്തിന്മയോടാണ് നമുക്ക് എതിർപ്പ് ഉള്ളത്. അത് ഒരിക്കലും പുരുഷനോടുള്ള എതിർപ്പ് എന്നല്ല. അതായത് എന്താ പറയാ, വേദനിക്കുന്ന പുരുഷനെ സമാധാനിപ്പിക്കാൻ കഴിയുന്ന സ്ത്രീത്വം ഉണ്ടല്ലോ, ആ സ്ത്രീത്വം എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ആർജിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വേദനിക്കുന്ന സ്ത്രീയെ സമാധാനിപ്പിക്കാൻ കഴിയുന്ന പുരുഷത്വം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ആർജിക്കണം എന്ന് പറയുന്നത് പോലെ വേദനിക്കുന്ന പുരുഷനെ സമാധാനിപ്പിക്കാൻ കഴിയുന്ന സ്ത്രീത്വം സ്ത്രീയും പുരുഷനും ആർജിക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ.